Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay, fine. We can start. നിങ്ങൾ prayer ready ആണോ? Yes. Yes, ma'am. Dear God, thank you for this beautiful day. Bless our teacher, our friends, and our families. Help us to learn, listen, and be kind to one another. Please keep us safe always. Amen. Okay. So, can start. നിങ്ങൾക്ക് എക്സാമിന്റെ ടൈം ടേബിൾ അങ്ങനെയൊക്കെ വന്നിട്ട് കിട്ടിയിട്ടുണ്ടോ? ടേം 2 കിട്ടിയിട്ടില്ല അല്ലെ? ടേം 2 വന്നിരുന്നു. ഇല്ല. ഓക്കെ. നമ്മൾ എവിടെ വരെ ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നു. അശ്വതി മിസ്സിന്റെ ക്ലാസ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എവിടെ വരെ എടുത്തു? സോഷ്യൽ ചേഞ്ചസ് അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഷെയർ ചെയ്തിട്ടോ. സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് അതിലെ സോഷ്യൽ ചേഞ്ചസ് ആണോ? അതെ, സോഷ്യൽ ചേഞ്ചസ് തന്നെ തുടങ്ങാനുള്ള. ഓക്കെ. സോഷ്യൽ ചേഞ്ചസ് അല്ലെ? നമ്മൾ പറഞ്ഞത് കുട്ടികളുടെ ആ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ നമ്മൾ പറഞ്ഞു. ഒരു വൈ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നു, അവർക്ക് പല പല ഡൗട്ട്സ് ആണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊക്കെ റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിത് ഏത് സ്റ്റേജിലാണ് വരുന്നത്? 6 to 12 അല്ലേ? 6 to 12 ഇയേഴ്സ്, അതായത് സെക്കൻഡ് പീരീഡ്. നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിലെ സെക്കൻഡ് പീരീഡ് ആയ ചൈൽഡ്ഹുഡ് എന്നുള്ള സ്റ്റേജിലെ സെക്കൻഡ് പീരീഡ് 6 to 12 ഇയേഴ്സിന്റെ കാര്യമാണ്. ഫിസിക്കൽ ചേഞ്ചസും മെന്റൽ ചേഞ്ചസും നമ്മൾ പറഞ്ഞു. ക്യൂരിയസ് മൈൻഡ്സ്, അവരെപ്പോഴും വൈ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേയിരിക്കും. അത് അവരുടെ നോളജ് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഓക്കെ. സോ നെക്സ്റ്റ് സോഷ്യൽ ചേഞ്ചസ് പറഞ്ഞു എന്നാണോ പറഞ്ഞത്? സോഷ്യൽ ചേഞ്ചസ് അവർ കൂടുതലും പിയർ ഗ്രൂപ്പുമായിട്ട് കൂട്ടുകൂടാനായിട്ട് അവർ ശ്രമിക്കും. സോഷ്യൽ ഗെയിംസ്, അങ്ങനെ അവരുടെ ഗ്രൂപ്പായിട്ടുള്ള കളികളിൽ അവർ ഏർപ്പെടും. പല കാര്യങ്ങളും അവര് പല റൂൾസും അവരായിട്ട് സെറ്റ് ചെയ്യും. അങ്ങനെ അവർക്ക് ചില ജസ്റ്റിസ്, അതിന് നീതി, ഇത് ദിസ് ഇസ് റൈറ്റ്, ദിസ് ഇസ് റോങ് എന്നൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടൊക്കെ ഉള്ള ഒരു ഐഡിയ അവരുടെ ഉള്ളിൽ വരും. ചില എത്തിക്സ്, അങ്ങനെ കുറെ വാല്യൂസ്, അങ്ങനെ കാര്യങ്ങളെല്ലാം വരും. അവരുടെ ആക്ഷൻസും തോട്ട്സും എല്ലാം അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ, ഫാമിലിയുടെ ഒരു യൂണിറ്റ് ആണെങ്കിലും അവർ കൂടുതൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങും. ആ ഒരു ഫാമിലി യൂണിറ്റിലെ ഒരു റോൾ ഉണ്ട് എന്നിരുന്നാലും ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യം ചെയ്യാനായിട്ട് തുടങ്ങും. നെക്സ്റ്റ്, ഡെവലപ്മെന്റ് ഓഫ് മോറൽ സെൻസ്. നിങ്ങൾക്ക് വായിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ക്ലാസ് ലീഡ് ചെയ്യാം ഇഫ് യു വിഷ്. നമ്മുടെ മോറൽ സെൻസ് ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഓൾറെഡി ഞാൻ സോഷ്യൽ ചേഞ്ചസിൽ പറഞ്ഞു, വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് റോങ്, ഗുഡ് ബാഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ മനസ്സിലാക്കുന്നു. അപ്പൊ ഡെവലപ്മെന്റ് ഓഫ് മോറൽ സെൻസ് ശരിയായ രീതിയിലാണ് പോകുന്നതെങ്കിൽ they know how to behave. അത് ശരി ഏത് തെറ്റ് ഏതെന്നുള്ളത് അവർക്ക് മനസ്സിലാകും. ഈവൻ ദോ കൺഫ്യൂഷൻ വന്നാലും അവർ ഡെഫിനറ്റ്ലി നമ്മളുടെ അടുത്തേക്ക് തന്നെ വരും. സോ അത് ഡെവലപ്മെന്റ് ഓഫ് മോറൽ സെൻസും ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷനും രണ്ടും റീഡ് ചെയ്തിട്ട് രണ്ടും ഒന്ന് ലീഡ് ചെയ്യാൻ പറ്റും, മീൻസ് അല്ലെങ്കിൽ ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളുമായിട്ട് ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പ്ലീസ് ടു. യെസ്, അരുലി റീഡ് ചെയ്താൽ മതി. നമുക്ക് ആഡ് ചെയ്യാവുന്നതൊക്കെ നമുക്ക് ആഡ് ചെയ്യാമല്ലോ. നമ്മളുടെ എക്സ്പീരിയൻസസും നമ്മൾ ഡെയിലി കണ്ട കാര്യങ്ങളും നമ്മളുടെ തന്നെ ഓൺ എക്സ്പീരിയൻസോ മറ്റുള്ളവരിൽ കണ്ടതൊക്കെ ആയിട്ട്
നമുക്കത് കണക്ട് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് പറയാം. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യൂ ആദ്യം, നമുക്ക് നോക്കാം. Please. Development of moral science. Sense. കേൾക്കാണ്ടോ മിസ്സേ? കേൾക്കാം. With new creative capacities, children in this stage have become the inference explorer of the abstract. The children's new interest in the abstract extends to the development of moral science. Children are now interested in what is right and wrong, what is good and bad. They use the power of reason to come to their own outcome. Children also from the attitude of behavior of others. Children may seek adult assistance for acceptable behavior. The children's interest in judging behaviors extends to a new interest in justice and compassion for others. Maria Montessori wrote, "It is in the 6 years that one may note the beginning of an orientation towards moral questions, towards the judgment of fact. This is preoccupation belongs to an interior sensitivity, the core science. It is at the age that the concept of justice is born simultaneously with the understanding of the relationship between one's act and the need of others." Another interesting characteristic of children in this stage in their administration for heroes, stars, and great personalities. It is therefore important to help children realize between realistic and unrealistic acts and need of others. മിസ്സേ പറഞ്ഞു. കണ്ടിന്യൂ ചെയ്തോ. ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ, ചെറിയൊരു പാരഗ്രാഫ് തന്നെ. Development of imagination. New powers develop in children, and during this stage, they have the capacity to visualize. In the first period, Montessori was concerned with the introduction of fantasy. She was against the introduction of fantasy because she felt that children in the first period need to learn to relate to the reality of the life. During she felt fantasy, fable, and myth should play a key role in moral understanding and exploration of feeling and emotions. ഓക്കെ, നമ്മള് ഡെവലപ്മെന്റ് ഓഫ് മോറൽ സെൻസ് 6 to 12 ആ ഒരു ടൈമില് അവരുടെ മോറൽ സെൻസ് എന്താണ് റൈറ്റ്, എന്താണ് റോങ്, അത് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ്. പിന്നെ അബ്സ്ട്രാക്ട് ഐഡിയാസ്, അതുവരെയും കോൺക്രീറ്റ് ഐഡിയാസ് ആണ് അവർക്ക് കൂടുതൽ മനസ്സിലായിരുന്നത്. അതായത് കാണുന്നതും കേൾക്കുന്നതും തൊട്ട് നോക്കാൻ പറ്റുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു കൂടുതൽ മനസ്സിലാകുന്നത്. എടുത്തു നോക്കി ഒക്കെ മനസ്സിലാക്കുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷെ ഇപ്പൊ അവർക്ക് ചിന്തിച്ച് അവരുടെ തോട്ട് പ്രോസസ് അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യും. ആ ഒരു മെന്റൽ ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ അവർക്ക് ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ഐഡിയ കിട്ടുന്നു, അബ്സ്ട്രാക്ട് ഐഡിയ. അത് ഇവരുടെ മോറൽ സെൻസിലേക്കുള്ള ഡെവലപ്മെന്റിനെ എക്സ്റ്റെൻഡ് ചെയ്യും. എന്താണ് റൈറ്റ്, എന്താണ് റോങ് എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. വാട്ട് ഈസ് ഗുഡ് ആൻഡ് ബാഡ് അതും മനസ്സിലാവും. എന്താണ് നല്ലത്, എന്താണ് മോശം. ഇവിടെ വീട്ടിലെ മോൻ ഫിഷ് കഴിക്കില്ല കേട്ടോ. പക്ഷെ എന്ന് കരുതി നമ്മൾ വാങ്ങിച്ചാലൊന്നും ആൾക്ക് അതൊരു പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ അതിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പൂച്ച വന്ന് കരയും, പാവം വന്നിട്ട് പറയും അതിനും കൊടുക്കൂ എന്നിങ്ങനെ പറയും. ലൈക്ക് അത് അവർക്ക് അതാണ് ഇവൻ അതിനോട് ഫിഷിനോടൊട്ടും ഇഷ്ടമല്ല, പൂച്ചയെ പേടിയാണ് കേട്ടോ. ആണെങ്കിൽ പോലും പൂച്ച വന്ന് കരയുമ്പോൾ പൂച്ചയ്ക്ക് കൊടുക്കൂ എന്ന് പറയാനുള്ള ആ ഒരു അതാണ് റൈറ്റ് എന്ന് ചിന്തിക്കാനുള്ള ആ ഒരു ഇത് വരും. സോ റൈറ്റ് ആൻഡ് റോങ്, ഗുഡ് ആൻഡ് ബാഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അങ്ങനെ ഓക്കെ. അപ്പൊ അവരുടെ ആറ്റിറ്റ്യൂഡ്, മറ്റുള്ളവരോട് പെരുമാറുന്ന ആറ്റിറ്റ്യൂഡ്, അവർക്ക് ഒരാളോട് കൂടുതൽ ഇഷ്ടം, അടുപ്പം തോന്നുന്നു. വേറൊരാളോട് വീട്ടിൽ തന്നെയാണെങ്കിലും ചിലപ്പം
ചെറിയ പ്രായത്തിലെ പാരന്റ്സിൽ ഇപ്പോ ഫാദർ ആൻഡ് മദർ ആൺകുട്ടികളും അമ്മോടായിരിക്കും കൂടുതൽ അറ്റാച്ച്ഡ്. അപ്പൊ അച്ഛനിൽ നിന്ന് കുറച്ചുകൂടെ അവരങ്ങോട്ട് ഡിസ്റ്റന്റ് ആവുന്നതാണ് ചില കുട്ടികളുടെ കേസിൽ കേട്ടോ. അവർ അമ്മോട് കൂടുതൽ എടുക്കുന്നു. അപ്പൊ അങ്ങനെ ആറ്റിറ്റ്യൂഡ് മാറും. ഗ്രാൻഡ് പാരന്റ്സിനോടുള്ള ആറ്റിറ്റ്യൂഡ്, സിബ്ലിങ്സിനോടുള്ള ആറ്റിറ്റ്യൂഡ്, അങ്ങനെ അവരുടെ ബിഹേവിയറൽ ചേഞ്ചസ് ഒക്കെ വരുന്നു. പിന്നെ അവർക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു അഡൽട്ട് ഉണ്ടെങ്കിൽ അവരുടെ അസിസ്റ്റൻസ്, അവരുടെ സപ്പോർട്ട് പല കാര്യങ്ങളിലും എടുക്കാൻ അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെയുള്ള അഡൽട്ടിന്റെ സപ്പോർട്ട് അവർ എടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജഡ്ജ് ചെയ്യുന്നതില്, പല കാര്യങ്ങളും ജഡ്ജ് ചെയ്യുന്നതില്, അങ്ങനെ കമ്പയർ ചെയ്യുന്നതില്, പിന്നെ ജസ്റ്റിസ്, കമ്പാഷൻ, മറ്റുള്ളവരോട് ഇങ്ങനെ ഒരു സഹാനുഭൂതി പോലെയൊക്കെ വരുമല്ലോ. പാവം ആളെ ഹെൽപ്പ് ചെയ്യണം, അങ്ങനെയൊക്കെ തോട്ട് പലപ്പോഴും സ്കൂളുകളിൽ അത് റിലേറ്റഡ് പ്രോഗ്രാംസ് നടക്കും. കാരണം കുട്ടികൾക്ക് അങ്ങനെ ഒരു നീഡി ആയിട്ടുള്ള ആളുകളെ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കുട്ടികളെ കൊണ്ട് വിസിറ്റ് ചെയ്യിക്കുക, അവരെ ഹെൽപ്പ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യിക്കും. അങ്ങനെയുള്ള കമ്പാഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. മറിയ മോണ്ടിസോറി പറയുന്നത് ഒരു 6 years, ഒരു മിനിറ്റ് തരണേ. ഓക്കെ. അപ്പൊ അങ്ങനെ സഹജീവികളോട് അല്ലെങ്കിൽ ഇപ്പൊ പെറ്റ്സിനോടൊക്കെ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമൊക്കെ തോന്നുന്നതും അതിനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നതും അങ്ങനെയുള്ള രീതിയിൽ കുട്ടികൾക്ക് അവരുടെ ഇൻട്രസ്റ്റും അവരുടെ തോട്ട്സും അങ്ങനെ മാറും. എല്ലാത്തിനോടും ഒരു സ്നേഹം, അനുകമ്പ ആ ഒരു രീതിയിൽ വരും. അപ്പൊ ഈ ഒരു 6 years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പല മോറൽ ക്വസ്റ്റ്യൻസും അവരുടെ ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള പല ആക്ഷൻസിനോടുള്ള മോറൽ ക്വസ്റ്റ്യൻസ് അവരിൽ ഡെവലപ്പ് ചെയ്യുന്ന സമയമാണെന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. പിന്നെ അവരുടെ മനസാക്ഷി, കോൺസൈൻസ്, അതിന്റെ ഒരു ഡെവലപ്മെന്റ്, ഞാനത് ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളൊരു തോട്ടൊക്കെ നമുക്ക് മനസ്സിൽ വരില്ലേ? നമ്മുടെ മനസ്സാണ് നമ്മൾ എപ്പോഴും ഞാൻ അങ്ങനെ ചെയ്താൽ മോശമല്ലേ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആ ഒരു ഇത് നമുക്ക് നമ്മുടെ കോൺസൈൻസ് ആണ് നമ്മളെ കൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നതല്ലേ, അതൊക്കെ ഇവർക്ക് ഡെവലപ്പായി വരുന്നു. ജസ്റ്റിസ് ഒരു ഇത് അത് ചെയ്തത് ശരിയായില്ല. ഇപ്പോഴത്തെ കുട്ടികൾ പ്രത്യേകിച്ചും പറയും മുതിർന്ന ആളുകളോട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൽഡേഴ്സ് പറയുന്നത് നമ്മൾ മിണ്ടാതെ, ശരിയല്ലെങ്കിൽ കൂടി മിണ്ടാതെ നമ്മൾ കേൾക്കും അല്ലെ, നമ്മൾ തിരിച്ചൊന്നും പറയില്ല. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല. ജനറേഷൻ ഇസഡ് അവര് പ്രത്യേകതയാ. അവർക്ക് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് പറയും ഇത് ശരിയല്ല, അത് ആരായാലും അവർക്ക് പ്രശ്നമൊന്നുമില്ല, അത് ശരിയല്ല എന്ന് തന്നെ പറയും. അപ്പൊ അവർക്ക് ആ ജസ്റ്റിസ് അതൊക്കെ അവരിൽ നല്ലപോലെ ഡെവലപ്പ് ആയിട്ട് വരും. പിന്നെ ഓരോ കാര്യത്തിനെ റിലേറ്റ് ചെയ്യും. ആ റിലേഷൻഷിപ്പ് അവർക്ക് മനസ്സിലാകും. ഒരാളുടെ ആക്ഷൻസും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ നീഡ്സും അത് അവർക്ക് മനസ്സിലാകും. അപ്പൊ നമ്മള് വീട്ടിൽ തന്നെയാണെങ്കിലും കുട്ടികൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എടുക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്ന കാണുവാണെങ്കിൽ അവർ ഓടി വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യും അല്ലെ. അപ്പൊ അതാണ്. അപ്പൊ അങ്ങനെ അവരെല്ലാം ഒബ്സർവ് ചെയ്യുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് ചെയ്തു കൊടുക്കും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് റോൾ മോഡലിംഗ്, സൂപ്പർ ഹീറോസിനെ ഫോളോ ചെയ്യല് ഭയങ്കര കൂടുതലാണ്. അത് നെഗറ്റീവ് എഫക്റ്റും ഉണ്ടാക്കാറുണ്ട്. കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മൂവീസിൽ കാണിക്കുന്ന സൂപ്പർ ഹീറോസ് പലതും വില്ലൻ പരിവേഷമുള്ള സൂപ്പർ ഹീറോസ് ആണല്ലേ. വില്ലനിസത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലാണ് പല ക്യാരക്ടേഴ്സിനെ കണ്ടിട്ടുള്ളത്. ഏതൊക്കെയോ സിനിമകളൊക്കെ ഇറങ്ങിയതിലെല്ലാം ഒരു വില്ലൻ രൂപമാണ് ഹീറോയ്ക്ക് കാണുന്നത്. കൂടുതലും അവര് തന്നെ കൊല്ലുന്നു, അങ്ങനെ കുറെ ഫൈറ്റ് സീനും അവര് എന്തൊക്കെയോ മൂവിയൊക്കെ ഇറങ്ങിയിരുന്നു, മാർക്കോയും അങ്ങനെയൊക്കെ ഇറങ്ങിയതിലൊക്കെ ഫുൾ ഭയങ്കര വയലൻസ് അല്ലേ. അപ്പൊ അതൊക്കെ കുട്ടികൾ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്തു പോകുന്നു. അങ്ങനെ പ്രശ്നമുണ്ട്. പണ്ടൊക്കെയെന്ന് വെച്ചാൽ കൂടി വന്ന സ്പൈഡർമാൻ അങ്ങനെയുള്ളവരെയൊക്കെ ഫോളോ ചെയ്ത് സ്പൈഡർമാനെ പോലെ ഡ്രസ് ചെയ്യുക, അതുപോലെ ചാടാൻ നോക്കുക, സ്പൈഡർ വന്ന് കളിച്ചാലും കുഴപ്പമില്ല, അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ തോട്ടാക്കി ആയിരുന്നു. ഇപ്പോഴും ഉണ്ട് കുട്ടികളിൽ അത്. പക്ഷെ ഈ നെഗറ്റീവ് ഇത് വരുന്ന രീതിയിലുള്ള ഒരു റോൾ മോഡലിംഗ് അത് ഭയങ്കര പ്രോബ്ലം തന്നെയാണ്. കാരണം മോസ്റ്റ് ഓഫ് ദ മൂവീസിലെ സൂപ്പർ ഹീറോസ് ഭയങ്കരമായിട്ട് സ്മോക്ക് ചെയ്യുക, ഡ്രിങ്ക്സ് കഴിക്കുക, അങ്ങനെയൊക്കെയുള്ളതാണ് അവർ കാണിക്കുന്നത്. അപ്പൊ കുട്ടികളും അത് വല്ലാതെ ഫോളോ ചെയ്തു പോകുന്നു. ആ റിയാലിറ്റി എന്നുള്ളതിനെ കണക്ട് ചെയ്യിക്കണം, അതാണ് വേണ്ടത്. ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മോൻ ഇപ്പൊ +2 പഠിക്കുക. അപ്പൊ +1 അവൻ ജോയിൻ ചെയ്ത സമയത്ത് 10th നല്ല ടോപ്പർ ആയിരുന്നു ക്ലാസ്സിൽ. പിന്നെ ഒരു ബോർഡിംഗ് സ്കൂളിലേക്ക് കൊണ്ടുവന്ന് ആക്കുമായിരുന്നു കുട്ടിയെ.
കുട്ടിയുടെ ഒരു ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് റീഡിങ് ഭയങ്കര ഒരു ഹോബി പോലെയായിരുന്നു. അപ്പൊ പാരന്റ്സിന് ഭയങ്കര സന്തോഷം. കാരണം മിക്ക കുട്ടികളും സ്ക്രീൻ അഡിക്ഷൻ ആണല്ലോ കൂടുതൽ, മൊബൈൽ അങ്ങനെ അങ്ങനെ പോകുന്ന കുട്ടികളാണല്ലോ. അപ്പൊ ഈ മോൻ ബുക്ക് വായിക്കുന്നത് കാരണം ഇവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവൻ ഡിമാൻഡ് ചെയ്യുന്ന ബുക്ക് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബെസ്റ്റ് സെല്ലേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഈ ഇൻസ്പിറേഷനും മോട്ടിവേഷനും തരുന്ന രീതിയിലുള്ള ബെസ്റ്റ് സെല്ലേഴ്സിന്റെ ബുക്കായിരുന്നു. അവരുടെ ഉദ്ദേശം ആ ബുക്ക് എല്ലാം അങ്ങനെയെന്നല്ല ഞാൻ പറയുന്നത്, ബുക്ക് വിറ്റ് പോവുക. അതിന് വേണ്ടിയിട്ട് അവര് വായിക്കുന്നവരുടെ ആ ഒരു ടേസ്റ്റും ഇൻട്രസ്റ്റും അനുസരിച്ചുള്ള കണ്ടന്റ് ആയിരിക്കും കൂടുതൽ അതിൽ ചേർക്കുന്നത്. ഈ കുട്ടി വായിക്കുന്ന മിക്ക ബുക്കുകളിലും ഈ പറയുന്ന മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് അല്ലെങ്കിൽ ആ റൈറ്റേഴ്സ് അവരുടെ കുട്ടിക്കാലം അവര് കാണിക്കുന്നത് അവരൊന്നും പഠിച്ചിട്ടൊന്നുമില്ല, അവര് ഫീൽ ആയിരുന്നു, പക്ഷെ അവരിപ്പോ ഇത്ര നല്ല നിലയിലായി, ഇത്ര കോടികളുടെ ആസ്തിയായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള മോട്ടിവേഷൻ ബുക്സ് ആണ് ഈ കുട്ടി വായിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഓരോ ടേം കഴിയും തോറും കുട്ടിയുടെ മാർക്ക് കുറഞ്ഞ് ബിലോ ആവറേജ് ഒക്കെ പോയി. ടോപ്പറായി നിന്ന കുട്ടിയുടെയാണ് ഇങ്ങനെ വന്നത്. അപ്പൊ പാരന്റ്സിന് ഭയങ്കര വിഷമായി, ഭയങ്കര കൺസേൺ ആയി. അവര് ചോദിച്ചപ്പോ കുട്ടി പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇങ്ങനെ പഠിച്ചു കുറെ മാർക്ക് വാങ്ങിച്ചിട്ട് എന്താ കാര്യം, എവിടെ എത്തുമൊന്നുമില്ല. കാരണം ഇതിന്റെ ആ ഒരു ഇമ്പാക്ട് ആയിരുന്നു, ഈ മോട്ടിവേഷണൽ റൈറ്റേഴ്സിന്റെ ഒരു ഇമ്പാക്ട് ആയിരുന്നു. അങ്ങനെ മാർക്കൊന്നും വാങ്ങിയിട്ടൊന്നും കാര്യമൊന്നുമില്ല, ഇങ്ങനെ ആവണം എന്നുള്ള രീതിയിലാണ് അവൻ പറഞ്ഞത്. പക്ഷെ വട്ടവർ അത് ഒറ്റപ്പെട്ട സംഭവങ്ങളായിരിക്കാം. എല്ലാത്തിലും ഫെയിലായ ഒരുത്തൻ ടോപ്പിൽ വന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളായിരിക്കാം. പക്ഷെ എന്ത് കാര്യം നമ്മളങ്ങ് ഫെയിലായി കഴിഞ്ഞാൽ നമ്മൾ ടോപ്പിൽ വരണമെന്ന് നിർബന്ധമില്ലല്ലോ. പക്ഷെ പഠിച്ചാൽ സംഭവം അത് നമ്മുടെ ലൈഫിലോ എവിടെയെങ്കിലും നമ്മൾക്ക് അതിൻ്റെതായ ഒരു എന്താ പറയാ ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടും. നമുക്ക് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വീട്ടിലിരുന്ന് ഒരു ബിസിനസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പുറത്തു പോയൊരു ഫേമില് സ്റ്റാർട്ട് ചെയ്യാം, അങ്ങനെ സ്റ്റാർട്ടപ്പുകൾ ചെയ്യാം. അങ്ങനെ പല പല ഓപ്പർച്യൂണിറ്റീസ് നിലവിലുണ്ടല്ലോ. ഇങ്ങനെയുള്ള ചിന്ത കുട്ടികളിൽ വരും. റിയലിസ്റ്റിക്കും അൺറിയലിസ്റ്റിക്കും ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ശരിക്കും ഈ ഒരു ഏജിൽ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. പിന്നെ ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ, ചെറിയ പ്രായം തുടങ്ങി അവരുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റി ഒക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാണ്. ആ ഫസ്റ്റ് പീരീഡിലും അവർക്ക് ഈ കപ്പാസിറ്റി ഉണ്ട്, അവരുടെ ഇമാജിനേഷൻ. അപ്പൊ മറിയാം മോണ്ടിസോറി പറയുന്നത് ഇമാജിനേഷൻ ഈസ് ഗുഡ്, ബട്ട് ഫാന്റസിയിലേക്ക് കുട്ടികൾ ഒരു രീതിയിലും കണക്ട് ചെയ്ത് പോകരുത്. അപ്പൊ അവരുടെ ഇമാജിനേഷൻ റിയാലിറ്റിയിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ വരണം എന്നാണ് മറിയാം മോണ്ടിസോറി പറഞ്ഞത്. അവര് പറയുന്നത് ഫാന്റസി, കെട്ടുകഥകള്, ഫാബിൾ, മിത്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കുട്ടിയെ ഇൻസ്പയർ ചെയ്യില്ല. അപ്പൊ കുട്ടി അങ്ങനെ ഒരു ലോകത്തിലേക്ക്, ഒരു സ്വപ്ന ലോകത്തിലേക്ക് ആയി പോകും. അതുകൊണ്ട് കുട്ടികളെ എപ്പോഴും നമ്മള് റിയൽ ഹീറോസിന്റെ കഥകളും റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യണം, ലൈഫിന്റെ റിയാലിറ്റിയുമായിട്ടൊക്കെ കണക്ട് ചെയ്യണം എന്നാണ് മറിയാം മോണ്ടിസോറി പറയുന്നത്. ഓക്കെ ഫൈൻ. അപ്പൊ നമ്മുടെ സെക്കൻഡ് പീരീഡ് കഴിഞ്ഞു. നെക്സ്റ്റ് തേർഡ് പീരീഡ്. അതിന് മുമ്പ് ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഞാൻ 10 ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു അസൈൻമെന്റിന്റെ ഡീറ്റെയിൽസ് തന്നിരുന്നു. ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതിൽ വന്നിട്ടില്ല, ക്ലാസ് റൂം ആപ്പിൽ PDF വന്നിട്ടില്ല. അപ്പൊ ഞാൻ 10 ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞിരുന്നോ? പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നു അല്ലെ? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടില്ല. ഓക്കെ ഓക്കെ ഫൈൻ ഫൈൻ. ഇപ്പൊ തന്നെ കൊടുത്തേക്കാം. തേർഡ് പീരീഡ് ആരെങ്കിലും ഒന്ന് വായിച്ചോളൂ. അപ്പോഴേക്കും ഞാൻ തേർഡ് പീരീഡില് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് 1, 2 എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പീരീഡിലെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിലെ 1 ഉം 2 ഉം ഒന്ന് റീഡ് ചെയ്യണം കേട്ടോ. യെസ് പ്ലീസ്. ഞാനപ്പോ ഇൻഫർമേഷൻ കൊടുക്കാം. ആരെങ്കിലും റീഡ് ചെയ്തോ? ഞാൻ അപ്പോഴേക്കാവുന്ന ഇൻഫർമേഷൻ കൊടുക്കട്ടെ, പിന്നീട് ആകുമ്പോൾ അതങ്ങ് വിട്ടുപോകും, അതുകൊണ്ടാണ്. യെസ് പ്ലീസ്. ആരില്ലേ? അങ്ങനെ വായിക്കണോ? ഞാൻ റീഡ് ചെയ്യാം മിസ്സേ. തേർഡ് പീരീഡ് 12 to 18 years. Montessori is regarded as a period of great susceptibility, considered adolescence as a period of constructions, just like the first period. She considered the adolescent as self-conscious. Adolescents are interested in social organization and the people of the world. She referred to these psychological characteristics
as an abstract social sentiment for humankind, in which he follows to understand people's behavior in the work and in including the past. Need for calm and solitude, need for calm and quiet. She believed that adolescents have a need for calm and solitude if they were to build a sense of the self and world. They are replete with the doubts, hesitations, discouragement. They are sensitive, ashamed, easily, and lack confidence. They have a great need for the strengthening of self-confidence. Our children in this period. പോയിന്റുകൾ need for intellectual need for intellectual task. Maria Montessori also felt that adolescents respond well to intellectual tasks. They like to reason and discuss conceptual ideas. They attain conclusion based on evidence. They are interested in discussing moral and spiritual issues. Need for academic knowledge. Montessori saw the need and benefits of academic knowledge and creative study for adolescents. She was concerned with the right methodology for imparting knowledge. She felt that education must be broad and complete. Need for creative expression. Montessori പിന്നെ വായിക്കാം. അത് നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ജസ്റ്റ് പറയാം എന്താ തേർഡ് പീരീഡിൽ പറയുന്നത്. തേർഡ് പീരീഡ് നമുക്ക് ആ ഏജ് സ്പാൻ അറിയാം. 12 വയസ്സ് തുടങ്ങി 18 വയസ്സ് വരെ ഭയങ്കര കത്തി നിൽക്കുന്ന പ്രായമല്ലേ ടീനേജ്. ആ ഒരു ടൈമില് പല പാരന്റ്സും പലപ്പോഴും ഇങ്ങനെ പറയും, വേറെ ബുദ്ധിമുട്ടാണ്, എന്ത് പറഞ്ഞാലും ദേഷ്യമാണ്, നമ്മളൊന്നും പറഞ്ഞാൽ അത് അവർക്ക് മനസ്സിലാവില്ല, അതിനിങ്ങനെ പറയാം അങ്ങനെ പറയാം എന്നൊക്കെ പറഞ്ഞ പാരന്റ്സ് ഇങ്ങനെ പലപ്പോഴും അവരുടെ ഒരു കൺസേൺ കേൾക്കാറുണ്ട്. അപ്പൊ അഡോളസൻസ് ഒരു ഗ്രേറ്റ് സസെപ്റ്റിബിലിറ്റി, അവരെ പല കാര്യങ്ങളും പെട്ടെന്ന് അഫക്ട് ചെയ്യുന്ന ഒരു പ്രായമാണ്. സസെപ്റ്റബിൾ ആണ് അവർ ആ ഈ ഒരു പ്രായത്തില്. പലതും അവരെ പെട്ടെന്ന് അഫക്ട് ചെയ്യും. അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ചിലപ്പോൾ പൊട്ടിത്തെറിക്കും, ചിലപ്പോൾ പൊട്ടിക്കരയും, അങ്ങനെയൊക്കെയുള്ള ആ ഇമോഷൻസിന്റെ ഒരു ബേസ്റ്റ് ഔട്ട് ഒക്കെ കാണാൻ പറ്റുന്ന ഒരു പ്രായം. ചിലപ്പോൾ അവർക്ക് ദേഷ്യം വരും, അവർ മിണ്ടാതിരിക്കും, വർഷങ്ങൾ ചിലപ്പോൾ മിണ്ടാതിരിക്കുന്ന രീതിയിലൊക്കെ ചില കുട്ടികൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് പീരീഡ് പോലെ തന്നെ ഇവരുടെ പേഴ്സണാലിറ്റിയുടെ ഡെവലപ്മെന്റ് പീക്കിലായിരിക്കുന്ന ഒരു ടൈമാണ്. സെൽഫ് കൺസ്ട്രക്ഷൻ ഫസ്റ്റ് പീരീഡിൽ നമ്മൾ പറഞ്ഞല്ലോ, കുട്ടികൾ സെൽഫ് മെയ്ഡ് ആവുകയാണെന്ന് നമ്മൾ പറഞ്ഞു. പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെയും അത് തന്നെയാണ്. ഈ ഒരു പീരീഡിലാണ് ഇവരുടെ ഫോക്കസിങ് കറക്റ്റ് ആവുന്നത്. കരിയർ എന്തിലേക്ക് സെറ്റ് ചെയ്യണം, എന്ത് പഠിക്കണം, അങ്ങനെയുള്ള ഫോക്കസിങ് കറക്റ്റ് ആകുന്നതും ഈ ഒരു പീരീഡിൽ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ഗ്രൂപ്പായിട്ടുള്ള പല ആക്ടിവിറ്റീസിനോടും വളരെയധികം ഇൻട്രസ്റ്റ് ആയിരിക്കും. പിന്നെ ഇപ്പൊ ഹോൾ വേൾഡ്, അവരുടെ ആ ചുറ്റുവട്ടം മാത്രമല്ല, ഹോൾ വേൾഡിലെ പല കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കാനും മോഡൽ ആളുകളുമായിട്ട് കണക്റ്റഡ് ആകാനും ഒക്കെ താല്പര്യം വരും. അതുപോലുള്ള സോഷ്യൽ മീഡിയാസ് ഒക്കെ ഇപ്പൊ കുട്ടികൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടല്ലേ. ഈ ഒരു പ്രായത്തിലുള്ള മിക്ക പാരന്റ്സും കുട്ടികളുടെ പാരന്റ്സും പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരിടയ്ക്ക് കൊറിയൻ അവരുടെ ഒരു മ്യൂസിക് ബാൻഡ് ഉണ്ടായിരുന്നല്ലോ, എനിക്ക് എന്റെ പേരൊന്നും അറിയില്ല. എല്ലാ കുട്ടികൾക്കും അവർക്കാർക്കും പഠിക്കണ്ട, എങ്ങനെയെങ്കിലും കൊറിയയിൽ പോയിട്ട് അവരെ എന്തോ BTS അതെ. ഓക്കെ, അപ്പൊ ആ ഒരു ഏജിലെ 2-3 പാരന്റ്സ് ഇങ്ങനെ ആ കുട്ടികളുടെ പാരന്റ്സ് പറഞ്ഞു അവർക്ക് കൊറിയയിൽ പോയാൽ മതി, ഇവരെ കാണുക. അതൊക്കെ ഇങ്ങനെ സീക്രട്ട് ആയിട്ട് ലെറ്ററോ ഡയറിയിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നു എന്നാണ് പാരന്റ്സ് പറയുന്നത്. അതെ, ഇവിടെ എന്റെ ചേച്ചിയുടെ കൊച്ചു ആള് ഈ ഒരു സ്റ്റേജില് ഫുള്ള് എവിടെ നോക്കിയാലും ബുക്ക്, ബാഗ്, ടിഫിൻ ബോക്സ്, ലഞ്ച് ബോയ് എല്ലാത്തിനും ഈ ഫോട്ടോ കിട്ടിയായിരുന്നു. പിന്നെ നമ്മള് ജസ്റ്റ് ഒരു വേറെ വിഷയം വർത്താനം പറഞ്ഞ് തുടങ്ങുമ്പോ ലാസ്റ്റ് ആള് ചെന്ന് നിൽക്കുന്നത് ഈ BTS ഗ്യാങ്ങിന്റെ ഇതില്. ആള് കേൾക്കുന്ന പാട്ട്, ഡാൻസ് നമുക്ക് ആകെ ഭ്രാന്തായി പോവും.
ഞാൻ പിന്നെ ഇത് ആര് നമുക്കിതിനെ പറ്റി അറിയില്ല. പിന്നെ ഡാൻസിന്റെ ഫീൽഡിലുള്ളത് കൊണ്ട് കുറച്ച് അറിയാം. കൊറിയൻ ബ്രാൻഡ് എന്തോ ബ്രാൻഡ് ആട്ടെ തോന്നുന്നത്. പക്ഷെ നമുക്ക് ആ ഒരു ഞാൻ ഒരുമാതിരിപ്പെട്ട വെച്ചാൽ എന്റെ ക്ലാസ്സിൽ വരുന്ന മിക്ക പിള്ളേരുടെ കയ്യിലും പിന്നെ ഫോൺ റിംഗ് ടൂൺ, ഇവരുടെ പാട്ട്, വാൾപേപ്പർ എല്ലാം ഒരുമാതിരിപ്പെട്ട പിള്ളേരുടെ ഒക്കെ കയ്യിലും ഈ ഒരു ഗ്യാങ്ങിന്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഒരിടക്ക്. ഇപ്പോഴും ഉണ്ട് മിക്കവരും ഫാൻ അഡിഷൻ. പക്ഷെ ഇപ്പൊ കൊറേയൊക്കെ അവരുടെ ആ ഒരു ടൈമൊക്കെ പോയി തോന്നുന്നു. ഓക്കെ, ഇത് ഞാൻ +2 കുട്ടികളുടെ ഒരു ഇന്റർവെൻഷൻ നടത്താൻ പോയ സമയത്ത് അവിടെ ആ ഒരു അഡോൾസെന്റ് വൾണറബിൾ ആയിട്ടുള്ള കുറച്ച് ഏരിയയിലെ കുട്ടികളുള്ള ഇന്റർവെൻഷൻ ആയിരുന്നു കേട്ടോ. ടീച്ചേഴ്സ് ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ള പിള്ളേരാണ്, ഇവരെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒഴിവാക്കിയ പിള്ളേർ. അപ്പൊ അതിലൊരു പയ്യനുണ്ടായിരുന്നു, ഇവൻ മൂക്ക് കുത്തിയിട്ടുണ്ട്. അപ്പൊ അവരുടെ ഒരു റിലീജിയസ് ബിലീഫ് അനുസരിച്ച് പിയേഴ്സിങ് ഭയങ്കര സിന്നാണെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും ഒരു മെയില് ചെയ്യുമ്പോൾ മൂക്കൊക്കെ കുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ സ്ത്രീകളാണ് ആ ഒരു ആക്സസറി യൂസ് ചെയ്യുന്നല്ലോ. ഇവൻ മൂക്ക് കുത്തിയിട്ടുണ്ട്. അത് തന്നെത്താൻ ഇങ്ങോട്ട് കുത്തുവരുന്നു തോന്നുന്നു, എന്തൊക്കെയോ ചെയ്തിട്ട്. അത് കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ കാഷ്വലി ഇങ്ങനെ സംസാരിച്ചു. പക്ഷെ ആ മുക്കുത്തി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, അത് വേറെ കാര്യം. ഞാൻ ചോദിച്ചു എവിടെ നിന്ന് വാങ്ങിച്ചു ഈ മൂക്കുത്തി, കൊള്ളാലോ, നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഞാൻ ചോദിച്ചു അങ്ങനെ, പിന്നെ വേറെ എന്തൊക്കെയോ ഞാനിങ്ങനെ ചോദിച്ചു. അവസാനം വീണ്ടും ഞാൻ ഇതിലേക്കാട്ടോ കണക്ട് ചെയ്ത് വരുന്നത്. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു, ഇത് കുത്താൻ ഉണ്ടായ ഒരു സാഹചര്യം എന്താ, എന്ത് തോന്നിയപ്പോഴാ മൂക്കൊന്ന് കുത്തണം പറഞ്ഞത്. ഏതോ ഒരു സിംഗർ, ഞാൻ ആ പേര് മറന്നുപോയി. അത് എന്താ പറയാ, പകുതി പാകിസ്ഥാനി പകുതി ബ്രിട്ടീഷുകാരനോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. പാരന്റ്സ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു, അറിയില്ല. ആ ആള് മൂക്ക് കുത്തിയിട്ടുണ്ടെന്ന്. ഇദ്ദേഹത്തിന് അയാളെപ്പോലെ ആകണം, അയാളെ നേരിട്ട് കാണണം, അയാളെപ്പോലെ ആകണം, അതിനു വേണ്ടിയിട്ടാണ് മൂക്ക് കുത്തിയിരുന്നത്. അപ്പൊ ഞാൻ പോകുന്ന സ്കൂള് ആ ഒരു റിലീജിയന്റെ മാനേജ്മെന്റിൽ വരുന്നൊരു സ്കൂളുമായിരുന്നു. അപ്പം അവിടെ ബാക്കി ടീച്ചേഴ്സ്, അവിടെ മോസ്റ്റ് ഓഫ് ദ ടീച്ചേഴ്സും ആ ഒരു റിലീജിയനിൽ പെട്ടെന്നായിരുന്നു. അപ്പൊ ടീച്ചേഴ്സ് എന്നോട് പറഞ്ഞു, എങ്ങനെയെങ്കിലും പറയണം, ഞങ്ങളുടെ ഇതനുസരിച്ച് ബോഡി പിയേഴ്സിങ് ഭയങ്കര പാപമാണ് എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു. എനിക്കതല്ല, ഒരു ആൺകുട്ടിയെ ഞാൻ ഇങ്ങനെ കാണുക പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് ഇനി നല്ലൊരു ജോബിന് പോകണം, ഒരു ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ മൂക്കും കുത്തി ചെന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ഓഫീസിൽ ഇവന് ജോലി കിട്ടും. ഞാൻ അതൊക്കെയാണ് ചിന്തിക്കുന്നത്. വല്ല ആർമിയിൽ ചേരണം, ആർമിയിലൊക്കെ ചേരുമ്പോൾ, ആർമിയിൽ അല്ലെങ്കിൽ നേവിയിൽ, എയർഫോഴ്സിലൊക്കെ ചേരുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ പിയേഴ്സിങ് പാടില്ല. അപ്പം അങ്ങനെ ഇങ്ങനെ കമ്മലിടുന്നതും അതുപോലെ മൂക്ക് കുത്തുന്നതും ഒക്കെ ജെൻസിന് പ്രത്യേകിച്ചും അത് പാടില്ല എന്നൊക്കെ അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഉണ്ട്. ഞാൻ അത് കാരണം എന്റെ മനസ്സിൽ അതാ വന്നേ, ഈ കുട്ടി നല്ല ഹൈറ്റ് ഉണ്ട്, അവൻ അങ്ങനത്തെ ഇതിലൊക്കെ പോവാൻ പിന്നീട് താല്പര്യം വന്നാൽ ഈ മൂക്ക് കുത്തിയതും കൊണ്ട് അവന്റെ അത് നഷ്ടപ്പെടരുതല്ലോ. ഞാനിങ്ങനെ പറഞ്ഞു, നമുക്കിത് വേണ്ടാലേ, അത് ശരിയാവില്ല, നമുക്കിത് വേണ്ടാലേ, ഇത്രേ ഞാൻ പറഞ്ഞുള്ളൂ. പിറ്റേ ദിവസം ഞാൻ ചെല്ലുമ്പോ എന്നോട് ഇത് പറഞ്ഞ ടീച്ചർ ഓടി വന്നിട്ട് പറയാം, ടീച്ചർ എന്താ ചെയ്തത്, ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും അവൻ ഒരു രീതിയിലും കേൾക്കാൻ കൂട്ടാക്കിയില്ല, പക്ഷെ ഇന്ന് അവൻ മൂക്കുത്തിയെ കൂരി വെച്ചിട്ടാ വന്നേക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ അവനെ കണ്ടുകൊണ്ട് ചിരിച്ചു, അവനും എന്റെ മുന്നിലും അതൊന്ന് ഭയങ്കര ചിരി. അപ്പൊ അത് ഈ ഒരു പ്രായത്തില് അവരുടെ ഒരു ഫീൽ എന്താ. പിന്നെ അങ്ങനത്തെ സിംഗറൊക്കെ ഇങ്ങനെ ടാറ്റു ഒക്കെ, അദ്ദേഹം പിന്നെ മുഴുവനും ടാറ്റു ഒക്കെ അടിച്ചൊക്കെ തന്നെ ഈ പിള്ളേരും ഇങ്ങനെ ടാറ്റു അടിക്കാനും അവരെങ്ങനെ നടക്കണു അതൊക്കെ സ്റ്റൈലാക്കി അങ്ങനെയൊക്കെ നടക്കും ഈ കുട്ടികള്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ബോഡി എനിക്ക് ടാറ്റു ചെറിയ രീതിയിലൊക്കെ കാണുമ്പോൾ ഇപ്പൊ രസം തോന്നുന്നല്ലാതെ ഈ ബോഡി ഫുൾ കൈ മുഴുവനും ഒക്കെ ഇങ്ങനെ ടാറ്റു ഒക്കെ അടിച്ച് ഒരുമാതിരി നടക്കുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ എന്തോ തോന്നും. അപ്പൊ ഇങ്ങനെയുള്ള ജോബിനാകുമ്പോൾ അതൊന്നും പറ്റില്ലല്ലോ ഈ ടാറ്റു ചെയ്യുന്നത്. ഈ ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ മിലിറ്ററി അല്ലെങ്കിൽ നേവി, എയർഫോഴ്സ് അങ്ങനെയുള്ളതിലൊന്നും അങ്ങനെ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ നമ്മളൊരു കോർപ്പറേറ്റിൽ ഒരു ജോലിക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരു രൂപത്തിൽ വരുമ്പോൾ എല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ലല്ലോ. നമ്മള് എന്താ, നമ്മുടെ ലൈഫ് സെറ്റിൽ ആകണമെങ്കിൽ നമുക്ക് നല്ലൊരു ഇൻകം സോഴ്സ് വേണം. ചുമ്മാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാലൊന്നും ജീവിക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണല്ലോ എഡ്യൂക്കേഷൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കുട്ടികൾക്ക് അങ്ങനെ കുറെ ഇൻഫ്ലുവൻസ് വരുന്ന ഒരു ടൈമാണ് ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത്. ആ ഒരു 12 to 18 years ഇങ്ങനെ ഈ പണ്ട് മഹാരാജാസ് കോളേജിലെ കുറെ ഗ്രൂപ്പ് ഓഫ് കുട്ടികള് മുടി വളർത്തുമായിരുന്നു, നല്ല നീളത്തിൽ മുടി. അപ്പൊ അവരുടെ ഓരോ തോട്ട്സ് ഞാൻ പറയുവാണ്. കാരണം ആളുകളെല്ലാം അവരെ ഭയങ്കര മോശമായിട്ട് കണ്ടു. ആ ഒരു കാലം ഉണ്ടായിരുന്നല്ലോ, ഈ ആണുങ്ങൾ ഇങ്ങനെ മുടി വളർത്തി, ഇപ്പൊ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, മുടി വളർത്തി നടക്കുന്ന ഒരു സമയം. പക്ഷെ ഈ കുട്ടികൾ എന്ത് ചെയ്തു എന്നറിയോ, ഇവര് ക്യാൻസർ പേഷ്യൻസിന് ആ മുടി ഡൊണേറ്റ് ചെയ്തു. അതിന് വേണ്ടിയിട്ടായിരുന്നു അവരത് വളർത്തിയത്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് ആ ഒരു കാര്യം ലക്ഷ്യം അവരങ്ങനെ ഒരു മിഷൻ വെച്ചേക്കുമായിരുന്നു.
അതിന് വേണ്ടിയിട്ടാണ് മുടി വളർത്തിയത്. പക്ഷെ അവർക്ക് ആരോടും അത് പറഞ്ഞില്ല. തുടക്കത്തിൽ അങ്ങനെയും കിട്ടി. അപ്പൊ അതാണ് ഈ ഒരു ടൈമിൽ ഇവരുടെ ഒരു കുറെ തോട്ട് പ്രോസസ്, ഇവരെന്താണ് വാട്ട് ഇസ് റൈറ്റ് റോങ് എന്നുള്ളത് അവരുടെ ഉള്ളിലുണ്ട്. എനിക്കിത് ഇഷ്ടമാണ്, ഞാനിത് ചെയ്യുന്ന ഒരു കൂട്ടരും, ഇത് ശരിയാണ്, ഇത് തെറ്റാണ്, ഞാൻ ശരിയായ രീതിയിൽ ചെയ്യുന്ന മറ്റൊരു കൂട്ടരും. അങ്ങനെ ഒരു മിക്സഡ് ഗ്രൂപ്പാണ് ശരിക്കും ഈ 12 to 18 ഇയേഴ്സ് വരുന്നത്. അപ്പൊ അവരുടെ ചുറ്റുപാടുകൾ എൻവയോൺമെന്റിനനുസരിച്ചാണ് അവരുടെ ഈ തോട്ട് പ്രോസസ് ശരിക്കും മാറിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് പീരീഡിലും അതായിരുന്നു, ചുറ്റുപാടും കാണുന്ന കാര്യങ്ങൾ അബ്സോർബ് ചെയ്ത് അതിനനുസരിച്ചാണ് കുട്ടി ഡെവലപ്പ് ചെയ്യുന്നത്. സെയിം തന്നെ അതേപോലുള്ള ഡെവലപ്മെന്റ് തന്നെയാണ് ഈ ഒരു സമയത്തും. എല്ലാം അവരെ അഫക്ട് ചെയ്യുന്നു, ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളും അവരെ അഫക്ട് ചെയ്യും. പിന്നെ സോഷ്യലൈസ് ചെയ്യാനും. ഞാന് നേരത്തെ ഒരു ബില്ലിംഗ് ഇലക്ട്രിക്കൽ ഷോപ്പിൽ ബില്ലിംഗിലായിരുന്നു നിന്നേച്ചത്. അപ്പൊ അവിടെ ഇങ്ങനെ ഈ +2 കഴിഞ്ഞ കുട്ടികൾ ഇങ്ങനെ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് പഠിക്കാനായിട്ട് ഇങ്ങനെ വരും. ചെറിയ കുട്ടികൾ, ഈ +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികളൊക്കെ ആയിട്ട്. അപ്പൊ അവർക്ക് ആ 2 മാസം അങ്ങനെ പോവാ, അങ്ങനെ ഒരു ഇതില്. അപ്പൊ അങ്ങനെ പോകുമ്പോഴത്തേക്കും ഇവര് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് മുടി വളർത്തിയിട്ടാണ് വരിക. അപ്പൊ മുടി വളർത്തിയിട്ട് വരുമ്പോ ഓണർ ഫസ്റ്റ് തന്നെ പറയും മുടി വെട്ടിക്കോ പറയും. അപ്പൊ ഇവര് പിന്നെ ഓണർ കാണണില്ല, ഇവര് പോണേണ്, ഓരോ സൈറ്റിൽ പോണേണ്. അവിടെ ചെല്ലുമ്പോ അവിടെ ഉള്ളവർ ഇങ്ങനെ കണ്ടിട്ട് പറയും ഇത് മുടി വളർത്തിയിട്ട് കഞ്ചാവാണ് എന്നും പറഞ്ഞിട്ടുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. എല്ലാരും മുടി വളർത്തിയതൊക്കെ കഞ്ചാവാണ് എന്നുള്ളൊരു ഇതാണ്. നേരത്തെ ഉള്ളവർ ഇങ്ങനെ ഒരുവിധം ഒതുക്കി വെട്ടി അങ്ങനെയുള്ളതാണ്. ഇപ്പോഴത്തെ പിള്ളേരെയും പൊക്കത്തുനിന്ന് മുടി വെട്ടിയേയില്ല. ഒരു ഇത് ഭംഗി, കാണാൻ ഭംഗിക്ക് ഉണ്ടാവും, പക്ഷെ മറ്റുള്ളവര് സമ്മതിക്കണില്ല. ഓക്കെ, അതാണ് ഈ കഴിഞ്ഞ മാസം തോന്നുന്നു ഞാൻ മോള് വന്നപ്പോ അവൾക്ക് ഒരു മുക്കുത്തി എടുക്കാനായിട്ട് ഞങ്ങൾ ജ്വല്ലറിയിൽ പോയി. അപ്പൊ നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ നോക്കി ഇങ്ങനെ വരുമ്പോ അയാള് പറയായിരുന്നു കുറെ സെറ്റ് ഉണ്ടായിരുന്നു, കുറെ എല്ലാം തീർന്നു പോയി. ഇപ്പം ബോയ്സ് ആണ് മുക്കുത്തി വാങ്ങാനായിട്ട് വരുന്നത്. അവർക്ക് ഭയങ്കര ആവശ്യം മുക്കുത്തി. ഇങ്ങനെ ഒരു കാതില് കമ്മലിടുമല്ലോ, എന്റെ ഹസ്ബൻഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു കാതില് കമ്മൽ. അപ്പൊ മുക്കുത്തി ഇടുന്നത് ബോയ്സ് ആണ് കൂടുതൽ എന്ന് അയാൾ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ അന്നത്തെ ആ സ്കൂളിലെ ആ പയ്യനെ പറ്റി ആലോചിച്ചു കേട്ടോ. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കൊറിയർ തരാനായിട്ട് ഒരു പയ്യൻ ഇവിടെ വന്നു. വലിയ കുഴപ്പമൊന്നുമില്ല, മിടുക്കനാണ് കാണാൻ. പക്ഷെ അടുത്ത് വന്നപ്പോഴാണ് കണ്ടത് നല്ലൊരു മൂക്കുത്തി ഇട്ടേക്കണം അവൻ. അപ്പൊ ഞാൻ ആ ജ്വല്ലറിക്കാരൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി, ബോയ്സ് ഇപ്പോ മൂക്ക് കുത്തുന്നുണ്ടെന്ന്. കമ്മല് കുത്തുന്നത് കോമൺ ആയിട്ട് മാറി. പിന്നെ ചിലരുടെ റിലീജിയസ് ബിലീഫ് അനുസരിച്ച് 2 കാതിലും കമ്മലിടുന്ന അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ. ഇത് ഒറ്റ കാതിൽ കമ്മലിടുന്നുണ്ട്. അങ്ങനെ അതറിയാം, കാരണം ഇവിടെ വീട്ടിലെ ഹസ്ബൻഡ് ഇട്ടിട്ടുണ്ട്. ഈ പയ്യൻ വന്നപ്പോ ഞാൻ നോക്കാം നല്ല പോലെ കല്ല് വെച്ചൊരു കുത്തി ആ പയ്യൻ ഇട്ടേക്കുന്നു. അപ്പൊ അങ്ങനെ ഇത് അവരുടെ ഒരു ഫാഷൻ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടാവാം എന്തോ. ഈ ഒരു അവൻ എന്തായാലും 18 ഇയേഴ്സ് ഒന്നും ഇല്ല കേട്ടോ, 20+ എന്തായാലും ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഈ ഒരു ഏജില് അവരുടെ ഇൻട്രസ്റ്റ്, അത് ആ ഇൻട്രസ്റ്റിലേക്ക് അവർ കൂടുതൽ കണക്റ്റഡ് ആവും. പക്ഷെ അവിടെ വേറൊരു കാര്യമുണ്ട്, പീർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസും അവിടെ ഉണ്ട്. സുഹൃത്ത് പറയുവാണ് ഇടാ ഇത് കൊള്ളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഡെഫിനറ്റ്ലി അത് മാറ്റും. അതേസമയം വീട്ടിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരതത്രേ കേൾക്കണമെന്നില്ല. മിസ്സേ, എന്റെ അടുത്ത് ഇവിടെ 9ാം ക്ലാസ്സിൽ ഒരു കുട്ടി ട്യൂഷൻ വരുന്നുണ്ട് കേട്ടോ, ഒരു ആൺകുട്ടി. അപ്പൊ അവന്റെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു ഇവന് എന്നും ക്ലാസ്സിൽ നിന്ന് പുറത്ത് നിർത്തുകയാണ്, ഇവൻ മുടി വെട്ടണില്ല. അവരുടെ സ്കൂളില് മുടി വെട്ടണം, ബ്ലാക്ക് ചെരുപ്പ് ഇടണം, അത് നിർബന്ധമാണ് യൂണിഫോമിന്റെ കാര്യത്തിലൊക്കെ. അപ്പൊ ഇവന്റെ മുടി വെച്ച് നല്ല ഇങ്ങനെ ചുരുണ്ടിട്ടുള്ള മുടിയാ, മുകളിലേക്ക് ഇങ്ങനെ നല്ല വന്നിട്ട് നിറന്നിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പൊ മുടി വെട്ടാൻ ഇന്നും ടീച്ചർ പറഞ്ഞിട്ട് ഇവൻ കേൾക്കണില്ല എന്ന് പറഞ്ഞപ്പോ ഓഫീസ് റൂമിലേക്ക് കൊണ്ടുപോയി. അപ്പൊ സാറ് പറഞ്ഞു അത്ര മുടി വെട്ടിയിട്ട് ഇനി ക്ലാസ്സിൽ കയറിയാൽ മതിയെന്ന്. ഇവൻ ഇത് വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല. എന്നും ക്ലാസ്സിന്റെ പുറത്താണ്, ഏത് സബ്ജക്ട് എടുക്കണ ആ ടെക്സ്റ്റും കൈ പിടിച്ചിട്ട് ഇവൻ ക്ലാസ്സിന്റെ പുറത്താണ്. അങ്ങനെ ഒരാഴ്ചക്ക് കഴിഞ്ഞപ്പോ ടീച്ചർ വീട്ടിലേക്ക് വിളിച്ചു, എന്താ മുടി വെട്ടാത്തത്, എന്നും പറഞ്ഞു വിടണ്ടല്ലോ മുടി വെട്ടണില്ല. ഇങ്ങോട്ട് ഇത് വീട്ടിൽ പോയിട്ട് പറയാറില്ല, വീട്ടിൽ പോയിട്ട് ഒന്നും മിണ്ടണില്ല. പക്ഷെ ഇവിടെ വന്ന് ട്യൂഷനിൽ നോക്കുമ്പോ ഇവൻ നോട്ടൊന്നും എഴുതി കാണില്ല. അപ്പൊ ഞാൻ ചോദിക്കുമ്പോ പറയും നോട്ടൊക്കെ ടിക്ക് ഇടണുള്ളൂ ടെക്സ്റ്റില്, ചേച്ചി ടിക്ക് ഇടാൻ പറയണുള്ളൂ, അത് കാരണം ഞാൻ നോട്ട് എഴുതണില്ല. അപ്പൊ ഒരു ദിവസം ഈ സ്കൂളിൽ പഠിക്കണ വേറെ കുട്ടി വരുന്നുണ്ട്. അപ്പൊ അവൻ വന്നിട്ട് പറയാണ് അതിന് ചേച്ചി ഇവൻ ക്ലാസ്സിലല്ല ക്ലാസ്സിന്റെ പുറത്താണ് എന്നും ഉണ്ടാവാറും, മുടി വെട്ടാത്ത കാരണം ഇവനെ പുറത്ത് നിർത്തുകയാണ് എന്ന്. എന്നിട്ട് ഈ കുട്ടിയുടെ അമ്മയ്ക്ക് വിളിച്ചപ്പോ അമ്മ പോയിന്ന് സ്കൂളിലേക്ക് പോയപ്പോ പറഞ്ഞിട്ട് കുറെ നാളായി ഇങ്ങനെ പറയണു മുടി ഇങ്ങനെ വെട്ടിയിട്ട് ഇങ്ങനെ ഇത്രയും വലുതായിട്ട് ക്ലാസ്സിലേക്ക് വരാൻ പറ്റില്ല. അത് അവർക്ക് മറ്റു കുട്ടികളും ഇതേപോലെ തന്നെ കാട് പോലെ പിടിച്ചിട്ട് മുടി വരുമ്പോ അവരോടൊക്കെ പറഞ്ഞിട്ട് അവര് വെട്ടി, ഇവൻ ഇത് കേൾക്കണില്ലാന്ന്.
അപ്പൊ അതിന്റെ അമ്മ പറയാ ആ കുട്ടി അതിന്റെ ഹസ്ബൻഡ് ആ ചേച്ചിയുടെ ഹസ്ബൻഡ് ഗൾഫിലാണ്. അപ്പൊ ഈ അമ്മ മാത്രമാണ് ആളെന്നെ ലീഡ് ചെയ്യണത്. അപ്പൊ ഒന്നും പറഞ്ഞനുസരിക്കണില്ല. ഞാൻ എന്താ ചെയ്യാ? ആള് എന്നിട്ട് ഇവൻ ട്യൂഷൻ വരുന്നേക്കാൾ മുന്നേ എനിക്ക് വിളിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഒന്നും പറഞ്ഞാൽ കേൾക്കണില്ല, ആൾക്ക് പഠിക്കണം എന്നില്ല, എപ്പോഴും കളിക്കണം, ഫുട്ബോൾ കളിക്കാൻ പോകണം, പിന്നെ ആ ചേച്ചി ജോലിക്ക് പോണതാണ്. അപ്പൊ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കുട്ടികളുടെ ഒപ്പം പോവുക, കളിക്കണം, അങ്ങനെ ഒരു ചിന്തയുള്ളൂ. ഞാൻ പറഞ്ഞു ഒന്നും അനുസരിക്കണില്ല, എന്താ ചെയ്യാ ഞാന്? അവ ഇങ്ങനെയായി. മൂത്ത കുട്ടിയൊക്കെ നന്നായി പഠിക്കും കേട്ടോ. ആളിപ്പോ +2ലാണ്. ആൾക്ക് 8+ ഒക്കെ അങ്ങോട്ട് ഉണ്ട്. ഇവനാച്ചാ പഠിക്കാനൊക്കെ കിട്ടും, പക്ഷെ ആൾക്ക് ആ മൈൻഡൊക്കെ പോയി. ഇപ്പൊ കളിക്കണം, പിന്നെ അങ്ങനെ മോഡേൺ ആയി നടക്കണം, കമ്മലിടണം, അങ്ങനത്തെ ഒക്കെ ഒരു മൈൻഡാണ്. എന്നിട്ട് കുറെ ഈ ചേച്ചി പറഞ്ഞപ്പോ എല്ലാവരും മുടി വെട്ടി, പക്ഷെ ആളുടെ ആറ്റിറ്റ്യൂഡിനൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. എല്ലാ കുട്ടികളും പറഞ്ഞനുസരിക്കും, പഠിക്കാൻ പറഞ്ഞാൽ അവൻ പഠിക്കുകയും ചെയ്യും. പക്ഷെ വീട്ടിൽ പോയി അവൻ വേറെ ആളാണ്. ആരും പറഞ്ഞ അച്ഛനും അമ്മാമ്മയൊക്കെ ഉണ്ട്. അപ്പൊ അവര് പറഞ്ഞാലും അവൻ എന്ത് പറഞ്ഞാലും എതിർത്ത് പറയണ ഒരു സ്വഭാവമായി. ആദ്യം ഇങ്ങനെ ഉണ്ടായിരുന്നില്ല എന്ന് പറയാ കുട്ടിയുടെ അമ്മ വിളിച്ചിട്ടേ. ഇപ്പൊ എന്താന്ന് അറിയില്ല, 9ലേക്ക് എത്തിയോട് കൂടിയിട്ട് ആളുടെ സ്വഭാവത്തിൽ നല്ല മാറ്റമായി. എന്ത് പറഞ്ഞാലും എതിർത്ത് പറയണം. അപ്പൊ ഒച്ചത്തിൽ പറഞ്ഞാൽ ഒച്ച എടുക്കൂത്രേ. ആദ്യത്തെക്കാളൊക്കെ സംസാരിക്കുമ്പോ ഒച്ച കൂട്ടി പറയാന്ന്. അപ്പൊ വലിയ ആളായി എന്ന് വിചാരിക്കാന്നൊക്കെ പറയാ കുട്ടിയുടെ അമ്മ വിളിച്ചിട്ട്. എന്റെ അടുത്ത് പറയുമ്പോ ആള് ഞാൻ അങ്ങനെയൊന്നുമില്ല ചേച്ചി, അമ്മ അത് കൂട്ടി പറയണതാന്നൊക്കെ പറയും. ഇവിടെ അങ്ങനെ കുഴപ്പമില്ല, പക്ഷെ വീട്ടിൽ പോയ ആള് വേറെ ആളാണ്. അങ്ങനെ പറഞ്ഞ കുട്ടിയുടെ അമ്മ പറയാറുണ്ട് മിക്ക പേരൻസും. പിന്നെ സ്കൂൾ അധികൃതർ ഒരു കാര്യം ചെയ്യായിരുന്നു, 2 ദിവസം പറഞ്ഞിട്ടും കുട്ടി കേട്ടില്ലെങ്കിൽ പാരന്റ്സിനെ ഇൻഫോം ചെയ്യായിരുന്നു. അത് ചെയ്യായിരുന്നു അല്ലെ? എത്ര ദിവസം ആ കുട്ടിയെ പുറത്ത് നിർത്തിയത്? പാരന്റ്സ് അറിയുന്നില്ലല്ലോ ഇവനിങ് ക്ലാസ്സിലാണോ പുറത്താണെന്നുള്ളത്. അത് ചെയ്യാം. ഓക്കെ, എന്തായാലും മാറ്റം. 9th ഒരു പ്രശ്നം, 9th എത്തുമ്പോ കുട്ടികൾക്ക് ഒരു ഇതുണ്ട്, പക്ഷെ 10th എത്തുമ്പോ അവരങ്ങോട്ട് സബ്മിസീവ് ആകാറുണ്ട്. പൊതുവെ കാണുന്ന ഒരു ഇതാണ്. കാരണം അപ്പോൾ 10th ആണെന്നൊരു ഇത് വരും. പിന്നെ ഇപ്പൊ 10 കുട്ടികളിൽ 2 പേർക്ക് വരുമ്പോ തന്നെ ബാക്കിയുള്ളവരെ വേഗം അവരുടെ കൂടെ അങ്ങ് ചേർന്നോളും. ആ രീതിയിൽ സ്കൂളിലെ ക്ലൈമറ്റ് മാറാറുണ്ട്. പിന്നെ മറിയ മോണ്ടിസോറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഫസ്റ്റ് പീരീഡ് അവര് നല്ല രീതിയിൽ തന്നെ അവർക്ക് ഒബ്സർവേഷൻസ് കൊടുക്കാനായിട്ട് പറ്റി. സയന്റിഫിക് ആയിരുന്നു ഫസ്റ്റ് പീരീഡിനെ കുറിച്ച് അവർ പറഞ്ഞത് അല്ലെ? നമ്മൾ പറഞ്ഞു കുട്ടികളെ ഫ്രീഡം ആക്കിയപ്പോൾ അവർ ഫ്രീഡം കൊടുത്തപ്പോൾ അവർ ഇൻഡിപെൻഡന്റ് ആയി. അവർ ചെയ്ത കാര്യങ്ങൾ അവർ വളരെ ഇഷ്ടത്തോടു കൂടി ചെയ്തു. അവർക്ക് അറ്റൻഷൻ കൂടി, കോൺസെൻട്രേഷൻ കൂടി. പിന്നെ അതിനുശേഷം അവരിൽ പല രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് ഉണ്ടായി. സെൽഫ് ഡിസിപ്ലിൻ അവരിൽ ഡെവലപ്പ് ചെയ്തു, ഒബീഡിയൻസ് ഡെവലപ്പ് ചെയ്തു, അവരുടെ ഇമാജിനേഷൻ പവർ, ക്രിയേറ്റിവിറ്റി അതെല്ലാം കൂടി, ഇന്റലക്ച്വൽ ലെവൽ കൂടി, അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ വിൽ പവർ ജനറേറ്റ് ചെയ്തു. അങ്ങനെ അവരുടെ സോഷ്യൽ വാല്യൂസ് വന്നു, സ്പിരിച്വൽ ലൈഫ് ഡെവലപ്പ് ചെയ്തു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഫസ്റ്റ് പീരീഡിൽ, അതാണ് ഈ ചാപ്റ്ററിൽ തുടങ്ങുമ്പോൾ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു വന്നത്. പിന്നീടുള്ള അഡോളസൻസിന്റെ കാര്യത്തിലൊന്നും കാര്യമായ രീതിയിലുള്ള ഒബ്സർവേഷനും കോൺട്രിബ്യൂഷനും ചെയ്യാനായിട്ട് അവർക്ക് പറ്റിയില്ല. അതിൽ കൂടുതലായിട്ട് വർക്ക് ചെയ്യാനൊന്നും അവർക്ക് പറ്റിയില്ല. പക്ഷെ എന്നാലും അവർ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ താഴെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. മെയിൻ ഫോർ ഇന്റലക്ച്വൽ ടാസ്ക്. ഇന്റലക്ച്വൽ ടാസ്കിനോട് അഡോളസൻസ് വളരെയധികം റെസ്പോണ്ട് ചെയ്യുന്നു എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. സ്കൂളിൽ അങ്ങനത്തെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്താൽ കുട്ടികൾ വളരെ ഇൻട്രസ്റ്റോട് കൂടി അതിന് വേണ്ടുന്ന പല കാര്യങ്ങളും ചെയ്യും. അപ്പൊ സ്കൂളിൽ അങ്ങനെ പല സയൻസ് എക്സിബിഷൻ അങ്ങനെയുള്ള പല പ്രോഗ്രാംസും കണ്ടക്ട് ചെയ്യാറുണ്ട്. അവർക്ക് കിട്ടിയ ഡേറ്റയെ അതിനെ അനലൈസ് ചെയ്യാനും റീസൺ ചെയ്യാനും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനും അവർ ഇഷ്ടപ്പെടും. പിന്നെ അവര് കൺക്ലൂഷനിലേക്ക് പോകുന്നു. അവർക്ക് കിട്ടിയ എവിഡൻസ് വെച്ചിട്ട് കൺക്ലൂഷനിലേക്ക് പോകുന്നു. ഓക്കെ, പിന്നെ മോറൽ അതുപോലെ തന്നെ സ്പിരിച്വൽ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യാനായിട്ട് അവർ താല്പര്യപ്പെടുന്നു. അവർ അതിനെ ഇഷ്ടപ്പെടും. പലപ്പോഴും കുട്ടികൾ ആ ഒരു ടൈമിലാണ് സ്പിരിച്വാലിറ്റിയെ കുറിച്ചും കൂടുതലായി ചിന്തിക്കുന്നത്. ചിലര് യെസ് ഗോഡ് ഈസ് ദെയർ എന്നുള്ള രീതിയിൽ പറയും, ചിലര് അങ്ങനെയൊന്നില്ല എന്ന് പറഞ്ഞാലും ഒരു ഫോഴ്സ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് ട്രൂ, അത് സയന്റിഫിക് ആണ്, അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നവരും ഉണ്ട്. പിന്നെ അതിന് ഒരു രൂപമില്ല, അതൊരു ഫോഴ്സ് ആണ്, അല്ലാതെ ഇങ്ങനെ ഗോഡ് ഒന്നുമില്ല എന്ന് പറയുന്ന രീതിയിൽ അങ്ങനെ സ്പിരിച്വൽ ഇഷ്യൂസിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യാൻ അവർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. പിന്നെ അക്കാദമിക് നോളജിന്റെ ഒരു ബെനിഫിറ്റ്, നമ്മളൊരു കുട്ടിക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു സബ്ജക്ട് മെമ്മറൈസ് ചെയ്യുക എന്നുള്ളതല്ല. ആ
ഇൻഫർമേഷനെ കുറിച്ച് നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് കുട്ടിയെ കൊണ്ട് ചിന്തിപ്പിച്ച് അത് നല്ലൊരു നോളജ് ആക്കി കുട്ടിയുടെ ഉള്ളിൽ വയ്ക്കുന്ന രീതിയിൽ വേണം നമ്മളിത് അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു വട്ടത്തിനുള്ളിൽ ഒതുങ്ങുന്നതാവരുത്. അത് ബ്രോഡുമായിരിക്കണം, കംപ്ലീറ്റും ആയിരിക്കണം. എന്തെങ്കിലും അവിടെ നിന്നൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതല്ല, അത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അവരിലേക്ക് എത്തുകയും വേണം. അത് നല്ല ബ്രോഡായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് നീഡ്സ് ഫോർ ക്രിയേറ്റീവ് എക്സ്പ്രഷനും ഇൻട്രസ്റ്റ് ഇൻ ദ എക്സ്പ്ലറേഷൻ ഓഫ് റിയാലിറ്റിയുടെ ഇമ്പോർട്ടൻസും കൂടിയാണ് പറയുന്നത്. അതാരോ ഒന്ന് വായിക്കുക, തേർഡും ഫോർത്തും. Needs for creative expression. Montessori also detected that adolescents have a need for creative expression. Their creative urges enact not so much artistic feelings, but as a means for self-expression and self-discovery. They need assistance in their efforts. Montessori also indicated that adolescents need assistance in their effort to achieve extended independence. They need support in two areas: in a community of peers and an adult friend. Interest in the exploration of reality. Adolescents have an interest in the research of reality. They want this analysis to include both the natural world of human organization, commerce, etc. During this period of adolescence, valorization of personality is considered to be the target of third plane. ഓക്കെ, നീഡ് ഫോർ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ. നമ്മൾ ഓൾറെഡി അവരുടെ ഇന്റലക്ച്വൽ ടാസ്കിനെ കുറിച്ചെല്ലാം പറഞ്ഞു അല്ലെ. അവർ ക്രിയേറ്റീവ് അർജ് അവരുടെ ഉള്ളിലുണ്ട്. എന്തെങ്കിലും കാണുമ്പോൾ മോർ ക്രിയേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരുടെ ഉള്ളിലുണ്ട്. ഒരു ആർട്ടിസ്റ്റിക് ഫീലിംഗ്. ഇപ്പൊ ഈ ഒരു ടൈമിൽ നമുക്ക് മനസ്സിലാവും കുട്ടിക്ക് ഏതാണ് സ്കിൽ എന്നുള്ളതും നമുക്ക് പിടികിട്ടും. അവന്റെ ഒരു കപ്പാസിറ്റി, സ്കിൽ കുറച്ചുകൂടെ കൺഫേം ആകുന്ന ഒരു പീരീഡ് ആണ് ഈ ഒരു ടൈമിൽ. അവര് പുതുതായിട്ട് ഇന്നോവേറ്റീവ് ആയിട്ട് കാണും കാര്യങ്ങൾ, അതിനെ അവർക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് താല്പര്യവും അവരുടേതായ ഒരു ഡിസ്കവർ. നമുക്കറിയാം ഈ ഒരു ഏജില് പല കോഴ്സുകളും ചെയ്യുമ്പോൾ ആ ഒരു സിലബസിന്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് പലപ്പോഴും പ്രോജക്റ്റ് അങ്ങനെയുള്ള വർക്കുകളെല്ലാം കൊടുക്കും. ഇപ്പൊ നമ്മളുടെ തന്നെ കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തപ്പോൾ നമ്മൾ സർവേ നിങ്ങൾക്ക് തന്നു, നിങ്ങളോട് ഒരു പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറഞ്ഞു. അവിടെ എല്ലാ കുട്ടികളും ഒരുപോലെയല്ല ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും അവരുടേതായ തോട്ട് പ്രോസസ് ഉണ്ടായിരുന്നു. അവര് കണ്ട കാര്യങ്ങൾ, അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തു. പലരുടെയും ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മറിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. മറിച്ച് നോക്കിയപ്പോ കണ്ടത് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തു. അവിടെ നമ്മൾ വേറെ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാൻ പോയില്ല, വേറൊരു സോഴ്സിനെ. നമ്മൾക്ക് എന്താണോ മനസ്സിലായത് അതിനനുസരിച്ച് നമ്മൾ ഇതിനെ ക്രിയേറ്റീവ് ആയിട്ട് നമ്മളുടെ സെൽഫ് ഡിസ്കവറി, അപ്പൊ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് വേറെ തന്നെയാണ് അല്ലെ. അപ്പൊ പലപ്പോഴും ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അസിസ്റ്റൻസ്, ഒരു അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഒരു ഹെൽപ്പ്, അതിന് താല്പര്യപ്പെടും. പിന്നെ അങ്ങനെ വരുമ്പോ ഈ അസിസ്റ്റൻസ് കൊടുക്കുന്നവരെപ്പോഴും അവർക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള പേഴ്സൺ. ഈ വലിയ കോഴ്സുകളൊക്കെ ചെയ്യുമ്പോൾ പ്രോജക്റ്റിന് അസിസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ അവരുടെ ഗൈഡായിട്ട് അവരുടെ ടീച്ചർമാരോ അങ്ങനെ ആരെങ്കിലും എല്ലാം കാണും. പലപ്പോഴും അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവർക്ക് ഈ കാര്യങ്ങൾക്കെല്ലാം ഒരു അസിസ്റ്റൻസ്, അങ്ങനെ ഒരു സഹായം വേണ്ടി വരും. അത് അവർക്ക് ഈ അസിസ്റ്റൻസ് വേണ്ടത് ഇവരുടെ പീർ ഗ്രൂപ്പുമായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഒരു ഗ്രൂപ്പിലും അതുപോലെ തന്നെ ഒരു അഡൾട്ട് ഫ്രണ്ട്. ഈ രണ്ടും ശരിയായ രീതിയിലുള്ള മെസ്സേജ് ആണ് ഈ രണ്ട് ഏരിയയിൽ നിന്നും ഈ കുട്ടിക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് പേടിക്കേണ്ടതില്ല. പക്ഷെ പീർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് തെറ്റായ രീതിയിലും അഡൾട്ട് ഫ്രണ്ട്, അതായത് മുതിർന്ന ഒരാളെന്ന് പറയുന്നത് തെറ്റായ മെസ്സേജ് കൊടുക്കുന്ന ഒരാളുമാണെങ്കിൽ അവിടെ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അതാണ് ശരിക്കും ആ ഒരു പീർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസും അവർക്ക് ആക്സെപ്റ്റബിൾ. അവരുടെ സീനിയർ ഒരാളെ അപ്രോച്ച് ചെയ്യുന്നു വിചാരിച്ചു, അപ്രോച്ച് ചെയ്യുന്ന ആള് ഈ കുട്ടിയെ എവിടെയെങ്കിലൊക്കെ കറക്റ്റ് ചെയ്ത് അവനെ നല്ല രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ്സ് ഗുഡ്. പിന്നെ ഇൻട്രസ്റ്റ് ഇൻ ദ എക്സ്പ്ലോറേഷൻ ഓഫ് റിയാലിറ്റി. മറിയ മോണ്ടിസോറി എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ് റിയാലിറ്റി എന്ന് പറയുന്നത്.
ഓക്കെ. നാച്ചുറൽ വേൾഡ്, നമ്മള് ജീവിക്കുന്ന ഈ ഒരു ചുറ്റുപാട്, പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന മറ്റു പല സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ്. ഇപ്പോൾ നമ്മളൊരു ഫാമിലി എൻവയോൺമെന്റിൽ ജീവിക്കുന്നു, പക്ഷെ നമുക്ക് അതുമായി കണക്ട് ചെയ്യുന്ന പല ഓർഗനൈസേഷൻസും വരും. ഫോർ എക്സാമ്പിൾ കമ്മ്യൂണിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആ ഒരു ട്രസ്റ്റോ ഓർഗനൈസേഷനോ അത് മാനേജ്മെന്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ കൊമേഴ്സ്, ഇത് നമ്മൾ സാധനങ്ങൾ വാങ്ങുകയും അത് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഈ ഒരു സമയത്ത് ഇവരുടെ പേഴ്സണാലിറ്റിയുടെ ഒരു വാല്യൂ, ആ ഒരു വാല്യുവേഷൻ എന്ന് പറയുന്നത്, വാലറൈസേഷൻ എന്ന് പറയുന്നത് അവരുടെ തേർഡ് പ്ലെയിനിലെ ഒരു ടാർഗറ്റ് തന്നെയാണ്. തേർഡ് പീരീഡിലെ ഒരു ഗോളാണ് പേഴ്സണാലിറ്റിയുടെ ആ ഡെവലപ്മെന്റ്. ഫസ്റ്റ് പീരീഡിൽ നമ്മൾ പറഞ്ഞു കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുവാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഈ തേർഡ് പീരീഡിലും ആ പേഴ്സണാലിറ്റിയുടെ ഡെവലപ്മെന്റ് തന്നെയാണ്. ഈ ലാസ്റ്റ് പീരീഡ് 18 to 24 years, ഫോർത്ത് പീരീഡ്, കാര്യമായിട്ടൊന്നും അറിയാൻ മനസ്സിൽ പറഞ്ഞിട്ടില്ല. ദാറ്റ് മീൻസ് അതൊരു പക്വത വന്ന പ്രായമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോർത്ത് പീരീഡ് എന്ന് പറയുന്നത്. അവിടെ ഒരു യങ് മാൻ, സ്ട്രോങ് ആൻഡ് റിലേറ്റബിളി സ്റ്റേബിൾ, ഇമോഷണലി സ്റ്റേബിൾ, ഫിസിക്കലി എല്ലാം കൊണ്ടും ഒരു അഡൾട്ട് അങ്ങനെ വന്നിരിക്കും. സെക്കൻഡ് പീരീഡിലെ പോലെ തന്നെയാണ്. അതായത് ഫസ്റ്റ് പീരീഡിൽ അബ്സോർബൻ മൈൻഡ് സെക്കൻഡ് പീരീഡ് ആയപ്പോൾ സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് റീപ്ലേസ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ആ സെയിം തന്നെയാണ് ഇവിടെ. ബട്ട് റിലേറ്റീവ്ലി കാം ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും ആ ഒരു സമയത്ത്. ഒരു അച്ചീവ്മെന്റിലേക്ക് പോകുന്നു, ലൈഫ് സെറ്റിൽ ആകുന്നു, ഒരു കരിയർ സെറ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള രീതിയിലേക്ക് പോകുന്ന ഒരു പീരീഡ് ആണ് ഈ ഫോർത്ത് പീരീഡ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു സമയത്ത് സ്വന്തം കാര്യങ്ങൾ ചെയ്യാനും കേപ്പബിൾ ആവും, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാനും കേപ്പബിൾ ആകും. പിന്നെ അതുപോലെ തന്നെ ജീവിക്കുന്ന ചുറ്റുപാട് അല്ലെങ്കിൽ കടന്നു പോകുന്ന ചുറ്റുപാടുകളുമായിട്ട് പൊരുത്തപ്പെടാൻ ഒരു അഡാപ്റ്റേഷൻ നടക്കും. ആള് ചെയ്യുന്ന പല ആക്ടിവിറ്റീസും എക്സ്പീരിയൻസസും എല്ലാമായിട്ടുള്ള ഒരു അഡാപ്റ്റേഷൻ നടക്കുന്നു. പുതിയൊരു സ്ഥലത്തേക്ക് പോയാലും ആ ഒരു സാഹചര്യവുമായി പൊരുത്തപ്പെടാനുള്ള രീതിയിൽ, ഡെവലപ്മെന്റ് പ്രോസസ് നല്ല രീതിയിലാണ് പോകുന്നതെങ്കിൽ അങ്ങനെ ഒരു പൊരുത്തപ്പെടാൻ പറ്റുന്ന രീതിയിൽ ആള് മാറും. അതാണ് ഈ ഒരു പീരീഡിൽ വരുന്നത്. അപ്പൊ നമ്മളുടെ യൂണിറ്റ് 3 കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഞാൻ യൂണിറ്റ് 7ഉം യൂണിറ്റ് 10ഉമാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് അല്ലെ. ബാക്കി ഈ പാട്ടിൽ ഏതെങ്കിലും തീരാനുണ്ടോ? യെസ്. പാർട്ട് 4ന്റെ അവസ്ഥ എന്ന് പറയാമോ? പാർട്ട് 4 ഇടം വരെ അറിയില്ലേ? ക്ലാസ്സിൽ കയറാറുണ്ടല്ലോ നിങ്ങൾ. പ്രോഗ്രാംസ് ഫോർ ഡെവലപ്പിംഗ് വാല്യൂസ് ഓഫ് വേരിയസ് കൈൻഡ്സ് എന്നുള്ള അതാണ് ഇനി എടുക്കാനുള്ളത്. പാർട്ട് 4 അതൊരു യൂണിറ്റ് ആണോ? അതെ അതെ. ഓക്കെ. അപ്പൊ അതുകൂടെ കഴിഞ്ഞാൽ ആ പാർട്ട് 4 കഴിയും. കഴിയും. ഓക്കെ. പാർട്ട് 3 ഞാൻ എടുക്കാനുള്ള 7 ഉണ്ട്, 10 ഉണ്ട്. വേറെ ഏതാ ഉള്ളത്? വേറെ ഇപ്പം അപർണ മിസ് മറിയ മോണ്ടിസോറി ഫസ്റ്റത്തെ ചാപ്റ്റർ അതെടുക്കുന്നുണ്ട്. അത് ലാസ്റ്റിൽ കഴിയാനായി. സെക്കൻഡ് എടുത്തോ? ഇല്ല, എടുത്തില്ല. വേറെ ഒന്നും എടുത്തിട്ടില്ല. വേറെ ചാപ്റ്റേഴ്സ് ഉണ്ടോ അതിലെടുക്കാൻ? മിസ് വേറെ ഉണ്ട്. ഏതാണ്? നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ, സെൽഫ് കൺസ്ട്രക്ഷൻ, സൊസൈറ്റി ഓഫ് കൊഹിഷൻ, മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് മൂവ്മെന്റ്. ഓക്കെ. സെൽഫ് കൺസ്ട്രക്ഷൻ ഉണ്ട്, അത് ഞാൻ ഓർത്തില്ല, അത് ഞാനാണ് കേട്ടോ മറന്നു. നമ്മുടെ അടുത്ത ചാപ്റ്റർ ജസ്റ്റ് സെൽഫ് കൺസ്ട്രക്ഷനെ കുറിച്ച് ഞാനൊന്ന് ബ്രീഫ് ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ സെൽഫ് കൺസ്ട്രക്ഷൻ വായിച്ചിട്ട് വരണം. വായിച്ചിട്ട് അത് തന്നെ ഒന്ന് ക്ലാസ് ലീഡ് ചെയ്യാൻ പറ്റുമെന്ന് ട്രൈ ചെയ്യണം. ഒരു ക്ലാസ്സിൽ കയറുന്നവര് ഞാൻ ജസ്റ്റ് ഇപ്പൊ ഒന്ന് ബ്രീഫ് ചെയ്യാം സെൽഫ് കൺസ്ട്രക്ഷനെ കുറിച്ച്. ടോപ്പിക് ഒന്ന് എടുക്കണം, ഇത് നോക്കി വായിക്കാൻ പറ്റില്ല. ഓക്കെ.
സെൽഫ് കൺസ്ട്രക്ഷൻ. അടുത്തത് നമ്മൾ ഈ ഒരു തേർഡ് യൂണിറ്റിൽ പറഞ്ഞത് ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്. ഒരു കുഞ്ഞെങ്ങനെ ഡെവലപ്പ് ചെയ്തു വരുന്നു, ജനിച്ച ഉടനെ തന്നെ ഒന്നും ചെയ്യാൻ കഴിയാതിരുന്നൊരു കുഞ്ഞെങ്ങനെ സ്ട്രോങ് ആയിട്ടൊരു മനുഷ്യനായിട്ട് മാറുന്നത്, ആ ഒരു കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞു. ഇനി സെൽഫ് കൺസ്ട്രക്ഷൻ. അപ്പൊ ഈ ഒരു കുട്ടി ഡെവലപ്പായി പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന കാര്യം നമ്മൾ ആ ഫസ്റ്റ് പീരീഡിൽ പറഞ്ഞു അല്ലെ, ഒരു 6 years വരെയുള്ള ടൈമുകളിൽ അവർ സെൽഫ് മെയ്ഡ് തന്നെ കാര്യങ്ങൾ ചെയ്യും. ഈ സെൽഫ് കൺസ്ട്രക്ഷൻ അത് നടക്കണമെങ്കിൽ കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്ന 2 ടൂൾസ് അല്ലെങ്കിൽ എയ്ഡ് കുട്ടിയുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഒന്ന് അബ്സോർബൻ മൈൻഡ്, മറ്റൊന്ന് സെൻസിറ്റീവ് പീരീഡ് ആണ്. ഈ സെൻസിറ്റീവ് പീരീഡിനെ പല കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സെൻസിറ്റീവ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും നമ്മളുടെ ബട്ടർഫ്ലൈയുടെ മെറ്റാമോർഫിസിസ് അറിയില്ലേ, പരിണാമ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ബട്ടർഫ്ലൈ എങ്ങനെയാണ് ഒരു പുഴുവിൽ നിന്നും ഒരു പൂമ്പാറ്റയായിട്ട് വളരെ കളർഫുള്ളായ ചിറകുകളുള്ള പൂമ്പാറ്റയായി മാറുന്നത്, അതുപോലെ തന്നെയാണ് ഈ കുഞ്ഞുങ്ങളുടെ കാര്യം. അപ്പൊ ഈ ബട്ടർഫ്ലൈ ശരിക്കും ബട്ടർഫ്ലൈ വന്നിട്ട് ഒരു ചെടിയില് മുട്ടയിട്ട് വെക്കും അല്ലെ, ആ ചെടിയിൽ മുട്ടയിട്ട് വെക്കും. അപ്പൊ ഈ മുട്ടയിട്ട് വിരിഞ്ഞു വരുന്ന ഈ ലാർവ എന്നല്ല പറയുന്നത്, പുഴു, അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സൺലൈറ്റിനോട് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഈ പുഴു സൺലൈറ്റിനെ ലക്ഷ്യമാക്കി അതിന്റെ ബ്രാഞ്ചിലൂടെ പോകും. ബ്രാഞ്ചിലെ തളിരിലകൾ കഴിക്കുക എന്നാണ് പുഴുവിന്റെ ലക്ഷ്യം. അപ്പൊ ഈ തളിരിലകൾ എപ്പോഴും ഒരു ബ്രാഞ്ചിന്റെ തുമ്പത്തായിരിക്കുമല്ലോ. ബ്രാഞ്ചിന്റെ ഇങ്ങനെ ഈ മരത്തിന്റെ ബാർക്ക് ആ തണ്ടോട് ചേരുന്ന ഭാഗത്തെ ഇലകൾ മൂത്തതായിരിക്കും അല്ലെ, ടിപ്പില് ടോപ്പ് പോർഷനിലായിരിക്കും ഈ ടെൻഡർ ലീവ്സ് വരുന്നത്. ഇത് കഴിക്കാൻ വേണ്ടി പുഴു ഇങ്ങനെ മുകളിലേക്ക് കയറി ഇപ്പൊ സൺലൈറ്റിനോട് സെൻസിറ്റീവ് ആയിരിക്കും. ഈ ടെൻഡർ ലീവ്സ് നിറയെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഈ പുഴു ചെയ്യുന്നത് അങ്ങ് ഉറങ്ങാൻ പോവാം. അപ്പൊ ഒരു പ്യൂപ്പ ഉണ്ടാക്കും. അപ്പൊ പ്യൂപ്പ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ബ്രാഞ്ചിലായിരിക്കും ഉണ്ടാക്കുന്നത്. പ്യൂപ്പ ഉണ്ടാക്കി അതിനകത്ത് ഇങ്ങനെ ഉറങ്ങും. നമുക്ക് കാണാൻ പറ്റും ചെടിയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് സഞ്ചി പോലെ. അപ്പൊ ഇത് കറക്റ്റ് സമയമാകുമ്പോ ഈ പ്യൂപ്പ തന്നെ പൊട്ടി ഇത് പുറത്തേക്ക് വരുന്നത് വളരെ ഭംഗിയുള്ള ഒരു ബട്ടർഫ്ലൈ ആയിരിക്കും അല്ലെ. ആ ടൈം എടുത്ത് അതിനകത്തുനിന്ന് പതുക്കെ അത് പൊട്ടി പുറത്തു വരും. ഇനി നമ്മൾ ആരെങ്കിലും ക്യൂരിയോസിറ്റി കൊണ്ട് കുട്ടികൾ പലപ്പോഴും ചെയ്യാറുണ്ട്, പതുക്കെ അതിനെ പൊട്ടിച്ചു നോക്കുവാണെങ്കിൽ ഡീഫോമിറ്റീസ് സംഭവിച്ച അംഗവൈകല്യം സംഭവിച്ച ബട്ടർഫ്ലൈ ആയിരിക്കും പുറത്തേക്ക് വരുന്നത്. പെട്ടെന്ന് തന്നെ ചത്തുപോവുകയും ചെയ്യും അല്ലെ. അതായത് ഒരു സൈഡിലെ ചിറകെ ചിലപ്പോൾ ആയിട്ടുണ്ടാവുള്ളൂ, മറ്റേ സൈഡിലെ ചിറകായിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഡീഫോമിറ്റീസ് സംഭവിച്ച ഒരു ബട്ടർഫ്ലൈ ആയിരിക്കും വരുന്നത്. അതിന് അധിക കാലം ജീവിക്കാനും പറ്റില്ല. ഇതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളുടെ കാര്യവും എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. മറിയ മോണ്ടിസോറി പറയുന്നത് കുട്ടികൾക്ക് ശരിയായ ഒരു എൻവയോൺമെന്റ്, അവർക്ക് ആ ഡെവലപ്മെന്റ് പൂർത്തിയാക്കാൻ കഴിയുന്ന ശരിയായ ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവരും ഇതുപോലെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് പുറത്തേക്ക് വരും എന്നാണ് പറയുന്നത്. അല്ലാതെ അവരെ അടച്ചിട്ട് അവരെ റെസ്ട്രിക്ട് ചെയ്ത് പല രീതിയിൽ വളർത്തുമ്പോൾ അത് അവരുടെ ഡെവലപ്മെന്റിനെ തടസ്സപ്പെടുത്തും. ഇതാണ് അതിന് സെൻസിറ്റീവ് പീരീഡ്. ഇവിടെ ബട്ടർഫ്ലൈയുടെ ആ ഒരു പുഴു സൂര്യപ്രകാശത്തിന് വളരെ സെൻസിറ്റീവ് ആയിരുന്നു. എപ്പോഴോ സൂര്യപ്രകാശം ഈ പൂപ്പയിൽ അടിക്കുമ്പോൾ സമയമായി ഇത് കണ്ണു തുറന്ന് അത് പുറത്തേക്ക് പറന്ന് ഇറങ്ങുന്നതാണ്. ഓക്കെ, അപ്പൊ അതുപോലെ കുട്ടികളുടേതും സെൻസിറ്റീവ് പീരീഡ് ആണ്. ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളും അവര് വളരെ സെൻസിറ്റീവ് ആയിരിക്കും, അവർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. അതിനനുസരിച്ചായിരിക്കും അവരുടെ ആക്ഷൻസ് വരുന്നത്. നമ്മളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി 6 സെൻസിറ്റീവ് പീരീഡ്സ് ആണ് കുട്ടികൾക്ക് ഉണ്ടാകുന്നത്. ഈ ഓരോ പീരീഡും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇൻട്രൊഡക്ഷൻ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. പക്ഷെ നമുക്ക് 6 പേരോളം അങ്ങനെ കയറുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ. 6 സെൻസിറ്റീവ് പീരീഡ് ഉണ്ട്. സെൻസിറ്റീവ് ടു ഓർഡർ. നമ്മളെ പോലെയല്ല, നമ്മൾക്കൊരു സിസ്റ്റമാറ്റിക് ഓർഡർ ഉണ്ട്. നമ്മൾ നമ്മുടെ ഷെൽഫില് പാത്രങ്ങൾ വെക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സ് വെക്കുന്ന വാർഡ്രോബിൽ ഓരോന്ന് വെക്കുന്നതും നമ്മളുടെ കിച്ചണിൽ നമ്മൾ ഓരോ പ്രൊവിഷൻസും നമ്മുടെ കറി പൗഡേഴ്സും എല്ലാം വെക്കുന്നത് നമുക്കൊരു ഓർഡർ ഉണ്ട്. ഇതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കും ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡറിന്റെ ഒരു എക്സാമ്പിൾ, ഒരു കഥ ഇതിനകത്ത് മറിയ മോണ്ടിസോറി പറയുന്നുണ്ട്. ഒന്ന് വായിച്ചു നോക്കാം. ഞാൻ ആഡ് ചെയ്യും. എന്തായാലും നിങ്ങൾ തന്നെ എല്ലാ ക്ലാസ് എടുക്കുന്നത് നിങ്ങളതൊന്ന് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ റിലേറ്റ് ചെയ്യാം. നെക്സ്റ്റ് 5 സെൻസസ് യൂസ് ചെയ്തിട്ടുള്ള അവരുടെ ലേണിംഗ്. നമ്മൾ ഓൾറെഡി പ്രാക്ടിക്കൽസ് ഒക്കെ ചെയ്തപ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ടുണ്ടാവും. എങ്ങനെയാണ് നമ്മൾ നമ്മുടെ സെൻസസ് യൂസ് ചെയ്തിട്ട്, ചിലതൊക്കെ നിങ്ങൾ കണ്ണടച്ചിട്ട് ചെയ്തു അല്ലെ, ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് ചെയ്തു. അപ്പൊ പെട്ടെന്ന് മനസ്സിലായി. അപ്പൊ നമ്മളുടെ സെൻസ് ഏതാണ് ഷാർപ്പ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റി.
അടുത്തത് സെൻസിറ്റിവിറ്റി ഫോർ സോഷ്യൽ ഇൻട്രസ്റ്റ്, കുട്ടി സോഷ്യലൈസ് ചെയ്യുന്നത്, ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. പിന്നെ സെൻസിറ്റീവ് ടു ലാംഗ്വേജ്, അവർക്ക് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ മുഖത്തേക്ക് തന്നെ നോക്കും, നമ്മുടെ ലിപ് മൂവ്മെന്റ് നോക്കും, അങ്ങനെ അവരും എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്ന കാണാം ചെറിയ പ്രായത്തിലല്ലേ. കുറച്ച് കഴിയുമ്പോൾ അവരിൽ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നു. സെൻസിറ്റിവിറ്റി ഫോർ വാക്കിംഗ്, നടക്കാനുള്ളതിന്റെ ആ ഒരു ഡെവലപ്മെന്റ്, ആ ഒരു സെൻസിറ്റിവിറ്റി. ആദ്യം വീഴും, വീണ്ടും നടക്കും, വീഴും, അങ്ങനെ അവസാനം ബോഡി കൺട്രോളും ആ ബാലൻസിങ് അവർക്ക് ശരിയാവുന്നു. പിന്നെ സെൻസിറ്റിവിറ്റി ഫോർ സ്മോൾ മൈന്യൂട്ട് ഒബ്ജക്ട്സ്, വളരെ ചെറിയ സാധനങ്ങളോട് ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും. കുഞ്ഞിക്കിളി വരുന്നത്, ഉറുമ്പ് വരിയായിട്ട് പോകുന്നത്, നിലത്ത് എന്തെങ്കിലും വീണ് കിടക്കുന്നുണ്ട് നമ്മളുടെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ പോലും ഇവരുടെ കയ്യിൽ കിട്ടും. എങ്ങനെയാന്ന് അപ്പൊ ചെറിയ കാര്യങ്ങളോട് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അതാണ് സെൻസിറ്റീവ് പീരീഡിൽ വരുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് ഓരോരുത്തരായിട്ട് നിങ്ങൾക്ക് ക്ലാസ് പറയാൻ പറ്റുവാണെങ്കിൽ വളരെ നന്നായിരിക്കും. പിന്നെ നമ്മൾ ശരിയായ ഒരു അറ്റ്മോസ്ഫിയറിലല്ല ഈ കുട്ടിയെ വളർത്തുന്നതെങ്കിൽ, ശരിയായ അങ്ങനെയുള്ള അറ്റ്മോസ്ഫിയറിൽ വരുന്നെങ്കിൽ ഈ സെൻസിറ്റിവിറ്റി പറഞ്ഞില്ലേ 6 പറഞ്ഞതെല്ലാം പ്യുവർ ആയിരിക്കും. ലാംഗ്വേജ് ശരിയാവില്ല, നടക്കുന്നത് ശരിയാവില്ല, സോഷ്യലൈസ് ചെയ്യില്ല, പിന്നെ അവരുടെ സെൻസസ് അവർ ഉപയോഗിക്കില്ല, അവർക്ക് ഒരു സിസ്റ്റമാറ്റിക് ഓർഡർ ഉണ്ടാവില്ല, അവർ ചെറിയ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല, അപ്പൊ ഒരു കാര്യത്തെ പറ്റി അവർക്ക് ഐഡിയ ഉണ്ടാവില്ല. അങ്ങനെ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണമല്ല ഉദ്ദേശിച്ച് നല്ല സ്നേഹം, പരിചരണം, അവർക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരിക്കണം. പിന്നെ അബ്സോർബൻ മൈൻഡിന്റെ കാര്യം പറഞ്ഞു, എന്തും അബ്സോർബ് ചെയ്യും. ഈ അബ്സോർബൻ മൈൻഡ് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ബർത്ത് തുടങ്ങി 3 years വരെ ഉള്ള കാര്യങ്ങൾ ഓർമ്മയില്ല എന്ന് പറഞ്ഞല്ലോ, അൺകോൺഷ്യസ് മൈൻഡും അതിനുശേഷമുള്ളത് 3 to 6 years കോൺഷ്യസ് മൈൻഡും. അപ്പോ അൺകോൺഷ്യസ് മൈൻഡ്, അതായത് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങുമ്പോൾ അത് ഉണർന്നിരിക്കും. പക്ഷെ നമ്മുടെ കോൺഷ്യസ് മൈൻഡ്, ബോധ മനസ്സ്, നമ്മൾ ഉറങ്ങുമ്പോൾ അതും റെസ്റ്റ് ആയിരിക്കും. 24 മണിക്കൂർ പണിയെടുക്കുന്ന ഒരു ഫാക്ടറിയാണ് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. അതാണ് തലയും വാലും ഇല്ലാത്ത ഒരു സ്വപ്നങ്ങളൊക്കെ കാണുന്നതും നമ്മൾക്ക് ഒരുമാതിരി ഒരു പേടിയൊക്കെ തോന്നുന്നതും അങ്ങനെയൊക്കെ. ഓക്കെ, ചിലപ്പോ കണ്ട സ്വപ്നത്തിന്റെ കുറെ ഓർമ്മ ഉണ്ടാവില്ല, എന്തോ സംഭവിച്ചു ഇന്നൊരു രാത്രി, എന്താന്നൊരു ഓർമ്മ വരുന്നില്ല, അങ്ങനെയുള്ളത്. പരിചയമില്ലാത്ത സ്ഥലം, ആളുകൾ, അങ്ങനെ കണ്ടു എന്ന് ചിലർ പറയും. ഓക്കെ, അപ്പൊ ഇതൊന്ന് നിങ്ങളൊന്ന് വായിച്ചിട്ട് വരൂ. എനിക്കിപ്പോ തന്നെ PG ക്ലാസ്സിൽ കയറണം, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. 2:30 തന്നെ അവരുടെ ക്ലാസ്, എന്നാ ക്ലാസ് തീർക്കേണ്ടതാണ്. 9, 10, 11 ആണ്. സോ ദാറ്റ് മീൻസ് നിങ്ങളുടെ PG ക്ലാസ് മോസ്റ്റ് പ്രോബബ്ലി ഇലക്ഷന് ശേഷം തുടങ്ങും. ഓക്കെ, വൈൻഡപ്പ് ചെയ്തോട്ടെ. വായിച്ചിട്ട് വരും കേട്ടോ. താങ്ക് യു. Thank you, miss.